ഹലോ ഹായ് വെൽക്കം ടു ക്രൈസാലീസ് ലേണിംഗ് ആപ്പ്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററാണ് ഇനി പറയാനുള്ളത്. ഓർഗാനിക്കിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഓർഗാനിക് ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്ന 4 പാർട്ടുകൾ അടങ്ങിയിട്ടുള്ള നോമൻക്ലേച്ചർ, ഐസോമറിസം, റിയാക്ഷൻ മെക്കാനിസം, പ്യൂരിഫിക്കേഷൻ അനാലിസിസ്, ഇതാണ് നമ്മൾ ആദ്യം കണ്ടത്. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് 14 കോമ്പൗണ്ട്സ് ആണ്. 14 കോമ്പൗണ്ട്സിനെ NCERT അതിൻ്റെ പ്രിപ്പറേഷൻ, ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി എന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിലെ 4 കോമ്പൗണ്ട് നമ്മളെ 11th NCERT ടെക്സ്റ്റ് ബുക്കിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഹൈഡ്രോ കാർബൺ എന്നാണ് അതിനെ പറയുക. അതിൻ്റെ അകത്ത് നമ്മൾ ഫംഗ്ഷൻ ഗ്രൂപ്പിനെ ട്രീറ്റ് ചെയ്യുന്നില്ല. സിംപ്ലി ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ, ബെൻസീൻ. അപ്പോൾ ഈ 4 കോമ്പൗണ്ട്സിൻ്റെ പ്രിപ്പറേഷൻ, ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി, ഇതാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൻ്റെ അകത്ത് പ്രിപ്പറേഷൻ മെത്തേഡിലും കെമിക്കൽ പ്രോപ്പർട്ടിയിലും നമുക്ക് കെമിക്കൽ റിയാക്ഷൻസ് വരുന്നുണ്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ജസ്റ്റ് ബോയിലിംഗ് പോയിന്റ്, അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഒക്കെ വരുന്ന ചെറിയൊരു ഭാഗം. ഓക്കെ, കെമിക്കൽ റിയാക്ഷൻസ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, പ്രിപ്പറേഷനിലും കെമിക്കൽ റിയാക്ഷൻസിലാണ്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആൽക്കെയിൻ. ഓക്കെ, ആൽക്കെയിൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് വിളിക്കുന്ന സിംഗിൾ ബോണ്ട് വരുന്ന sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ. ആൽക്കെയിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന 2 രീതികൾ എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് ആൽക്കെയിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, RH എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. RH ഓക്കെയാണ്. ഓർ ആൽക്കെയിൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് വാട്ട്, RR. ഓക്കെ, RH ഓർ RR. അപ്പോൾ R എന്താണ് എന്ന് നമ്മൾ പറയണം. R എന്താണെന്ന് ചോദിച്ചാൽ R പ്രത്യേകിച്ചൊന്നുമല്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഓക്കെ, അതേത് ആൽക്കൈൽ ഗ്രൂപ്പ് ആവാം, മീത്തൈലാവാം, എന്തും ആവാം. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. എൻ്റെ കയ്യിൽ മീത്തൈലാണെന്ന് വിചാരിക്കുക, 6 മീത്തൈൽ ഗ്രൂപ്പാണെന്ന് വിചാരിക്കുക. മീത്തൈലിലേക്ക് ഞാൻ ഒരു ഹൈഡ്രജൻ ഇട്ട് കഴിഞ്ഞാൽ RH ഈക്വലൻ്റ് ആയിരിക്കും. ദാറ്റ് വിൽ ബി നത്തിങ് ബട്ട് മീത്തൈൻ ആൽക്കീൻ. അതേസമയം മീത്തൈലാണെന്ന് വിചാരിക്കുക, 2 മീത്തൈലിനെ ഞാൻ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന എന്താണ്, ആൽക്കൈനാണ്, ഈത്തൈനാണ്. സോ 2 ആൽക്കൈൽ ഗ്രൂപ്പിനെ ക്ലബ് ചെയ്താലോ ഒരു ആൽക്കൈൽ ഗ്രൂപ്പിലേക്ക് ഒരു ഹൈഡ്രജൻ കൊടുത്താലോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കോമ്പൗണ്ടിൻ്റെ പേരാണ് ആൽക്കൈൻ. ഓക്കെ, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതി പറഞ്ഞേ ഉള്ളൂ. ഇതിനെ മോളിക്കുലർ ഫോമിൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. വെരി ലോവർ ക്ലാസ് മുതൽ ബൈ ഹാർട്ടഡ് ആയിട്ടുള്ള മോളിക്കുലർ ഫോമിലാണ്. കാർബണിൻ്റെ എണ്ണം എന്താണോ അതിൻ്റെ ഡബിൾ പ്ലസ് 2 ഹൈഡ്രജൻ ഉണ്ടാവും എന്നുള്ളതാണ്. കാർബൺ എണ്ണം 20 ആണെങ്കിൽ ഹൈഡ്രജൻ എണ്ണം 40 അല്ല 42 ആയിരിക്കും. ഓക്കെ, മോർ ഓവർ ആൽക്കെയിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പാരാഫിൻസ്. അങ്ങനെ വിളിക്കാം ആൽക്കെയിൻസിനെ. ലെസ് റിയാക്ടിവിറ്റി എന്ന അർത്ഥം വരുന്ന ഒരു വാക്കാണെന്ത്, പാരാഫിൻസ്. ആൽക്കെയിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പാരാഫിൻസ്. ഓക്കെ, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻസ്. ആൽക്കെയിൻ എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസ്ഡ് ആണെന്നും ടെട്രാഹൈഡ്രലാണെന്നും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി പ്രിപ്പറേഷൻ മെത്തേഡിലേക്ക് എന്ത് ചെയ്യാം, പോവാം. സോ ആൽക്കെയിൻസിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ്. ഓക്കെ, മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് 5 മെത്തേഡുകളാണ് പറയുന്നത്. 1 അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിന്, 2 ആൽക്കൈൽ ഹാലൈഡിന്, 3 സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിന്. 5 മെത്തേഡുകളുണ്ട്, പക്ഷേ 3 കോമ്പൗണ്ട് എന്നാണുള്ളത്. നമ്മൾ ടെക്സ്റ്റിൻ്റെ അകത്തുള്ള റിയാക്ഷൻസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, ബ്രീഫ് വെർഷൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഓരോന്നും ഞാൻ അതിൻ്റെ കൂടെ എക്സാമ്പിൾ കൂടെ കാണിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ള അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൻ്റെ റിഡക്ഷനാണ്. ഓക്കെ, അപ്പോൾ റിഡക്ഷൻ ഓഫ് വാട്ട്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, അതാണ് ഫസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും, നത്തിങ് ബട്ട് ആൽക്കൈൻ ഞാൻ പറഞ്ഞു സാച്ചുറേറ്റഡ് ആണ്. അപ്പോൾ ആൽക്കീൻ, ആൽക്കൈൻ എന്ന് പറയുന്നത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്തിട്ട് റിഡക്ഷൻ നടത്താൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റെഡ്യൂസിങ് ഏജന്റുകൾ എന്ന് പറയുന്നത് ഹൈഡ്രജൻ പലേഡിയം, ഓർ യു ക്യാൻ യൂസ് ഹൈഡ്രജൻ പ്ലാറ്റിനം, ഓർ യു ക്യാൻ യൂസ് ഹൈഡ്രജൻ നിക്കൽ. ഇതിലേതെങ്കിലും ഒരു റെഡ്യൂസിങ് ഏജന്റ് എന്ത് ചെയ്താൽ മതി, ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇതാണ് NCERT പറയുന്ന റെഡ്യൂസിങ് ഏജന്റുകൾ. എങ്ങനെയാണ് ഇതിനെ റെഡ്യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം റിയാക്ഷൻ. ഇതൊരു ജനറൽ റെപ്രസെൻറ്റേഷൻ ആണ് ആരുടെ, ആൽക്കീൻ്റെ. RCH ഡബിൾ ബോണ്ട് CHR. R എന്ന് പറയുന്നത് ഹൈഡ്രജനും ആൽക്കൈൽ ഗ്രൂപ്പ് ഒക്കെ ആവാം. ജസ്റ്റ് ജനറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വാട്ട്, ആൽക്കീൻ. ഈ ആൽക്കീൻ എന്ന് പറയുന്ന ആളെ ഈ പറയപ്പെടുന്ന റിയേജൻറ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഹൈഡ്രജൻ പ്ലാറ്റിനം പലേഡിയം പോലത്തെ റിയേജൻറ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഈ പറയപ്പെടുന്ന സിംഗിൾ ബോണ്ട് ഉണ്ടല്ലോ, ഡബിൾ ബോണ്ട് ഉണ്ടല്ലോ, അത് ക്ലീവ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടൂടാ, സിംഗിൾ ബോണ്ടായിട്ട് മാറും. സോ വിൽ ഗെറ്റ് വാട്ട്, CH2 R. ഓക്കെ, ആൽക്കൈനായി മാറും. ഇത് ഡബിൾ ബോണ്ടിന് മാത്രമല്ല ട്രിപ്പിൾ ബോണ്ടിനും ഓക്കെയാണ്. ട്രിപ്പിൾ ബോണ്ട് ആകുമ്പോൾ 2 തവണ ഹൈഡ്രജൻ വരുന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ റിയാക്ഷൻ കാണിക്കാം. RC ട്രിപ്പിൾ ബോണ്ട് CR. ദിസ് ഇസ് നത്തിങ് ബട്ട് യുവർ ആൽക്കൈൻ. അതിന് റിഡക്ഷൻ നടക്കും ഇൻ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ നിക്കൽ. ഓക്കെ, 2 ബോണ്ട് ക്ലീവ് ചെയ്യോടാണ് നമ്മൾ ഈ പറയപ്പെടുന്ന റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ 2 ഹൈഡ്രജൻ വീതം വന്ന് നമുക്ക് നേരത്തെ കിട്ടിയ എക്സാക്ട്ലി സെയിം കോമ്പൗണ്ടിന് കിട്ടുന്നുള്ളതാണ്. ഓക്കെ,
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ പലേഡിയം പ്ലാറ്റിനം നിക്കൽ പോലത്തെ റെഡ്യൂസിങ് ആണെങ്കിൽ നിങ്ങൾ അതിനെ സിംഗിൾ ബോണ്ട് ആക്കി മാറ്റാം. ഓക്കെ, അതിന് എന്തോരം ഹൈഡ്രജൻ കൊടുക്കണോ അത് കൊടുക്കാം. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് എന്താണെന്ന് വിചാരിക്കും, പ്രൊപ്പൈനാന്ന് വിചാരിക്കും. CH3 C ട്രിപ്പിൾ ബോണ്ട് CH. ഇതിലേക്ക് ഞാൻ ഹൈഡ്രജൻ പ്ലാറ്റിനം കൊടുത്തു കഴിഞ്ഞാൽ അത് CH3 CH2 CH3 ആവും, സിംഗിൾ ബോണ്ടായിട്ട് മാറി. ഓക്കെ, അതേസമയം എൻ്റെ കയ്യിലുള്ളത് ഒരു സൈക്ലോഹെക്സീനാന്ന് വിചാരിക്കും. അപ്പോൾ അവിടെ നടന്ന എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നടന്ന മറ്റൊന്നുമല്ല, ഈ ട്രിപ്പിൾ ബോണ്ടിലേക്ക് 2 വീതം ഹൈഡ്രജൻ വന്നിട്ട് എന്തായി മാറി, സിംഗിൾ ബോണ്ടായി മാറി, ആൽക്കനേറ്റ് മാറി. സോ പ്രൊപ്പൈൻ ബിക്കം പ്രൊപ്പൈൻ. എപ്പോഴാണ് അത് ചെയ്യുക? ഈ ഹൈഡ്രജൻ പലേഡിയം പ്ലാറ്റിനം നിക്കൽ എന്ന് പറയുന്ന റെഡ്യൂസിങ് തന്നെ കാണുമ്പോഴാണ് ചെയ്യുക. ഓക്കെ, ഇനി ഇത് സൈക്ലോഹെക്സീനാണ്. സൈക്ലോഹെക്സീനിലേക്ക് നമുക്ക് ഹൈഡ്രജൻ നിക്കലോ പ്ലാറ്റിനോ പലേഡിയം എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്ലോഹെക്സീൻ വളരെ ഈസി ആയിട്ട് എന്തായിട്ട് മാറുക, സൈക്ലോഹെക്സൈനായിട്ട് മാറും. സംഭവിച്ചൊന്നുമല്ല, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു, എന്ത് വന്നു, 2 ഹൈഡ്രജൻ വന്നു. ബോണ്ട് ലൈൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. പറഞ്ഞ ക്ലിയർ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ആൽക്കൈൽ ഹാലൈഡ് ആണുള്ളത്. ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RX. ഓക്കെ, സോ സെക്കൻഡ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ വിച്ച് ഈസ് ഫ്രം ദ കോമ്പൗണ്ട് ആൽക്കൈൽ ഹാലൈഡ് ഓർ ആലോ ആൽക്കൈൻ നമുക്ക് വിളിക്കാം, RX. ഓക്കെ, ഈ RX എന്ന് പറയുന്ന ആൾ ആൽക്കൈൽ ഹാലൈഡിനെ നിങ്ങൾ സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് HCl ഉപയോഗിക്കുക, അല്ലെങ്കിൽ സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് എ മിനറൽ ആസിഡ് ഉപയോഗിച്ചാൽ മതി. സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് HCl ഉപയോഗിച്ചാലോ സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് H2SO4 ഉപയോഗിച്ചാലോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ RX എന്ന് പറയുന്ന ആൾ എന്തായിട്ട് മാറുക, RH ആയിട്ട് മാറും. റിഡക്ഷനാണ് നടക്കണേ, RH. ഹാലജൻ റിമൂവ്ഡ് ആവും, ഇലക്ട്രോനെഗറ്റീവ് ഹാലജൻ റിമൂവ്ഡ് ആവും, ഹൈഡ്രജൻ ആഡ് ആവും. RX എന്ന് പറയുന്നത് RH ആയിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ NCERT ഹാലോ ആൽക്കി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയുന്നുണ്ട്, ഇതിലേക്ക് ലിത്തിയം അലൂമിനിയം ഹൈഡ്രേറ്റ് ചേർത്താലും അവിടെ റിഡക്ഷൻ നടന്നിട്ട് RX എന്തായിട്ട് മാറും, RH ആയിട്ട് മാറും. ഓക്കെ, ഇത് രണ്ടും സിംപ്ലി വേറൊന്നുമല്ല, റിഡക്ഷനാണ്. ഓക്കെ, ഇതിലെ സെക്കൻഡ് മെത്തേഡ് NCERTയുടെ ഹൈഡ്രോ കാർബൺ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഹാലോ ആൽക്കീൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടിയിലാണ്. പക്ഷേ നിങ്ങൾ NCERTയിലുള്ള റിയാക്ഷനാണ് പഠിച്ചു. ഓക്കെ, ലിത്തിയം അലൂമിനിയം ഹൈഡ്രേറ്റ് LaL_H4 കൊടുത്തു കഴിഞ്ഞാൽ X മാറിയിട്ട് H വരും. സിങ്കിൻ HCl സിങ്കിൻ H2SO4 കൊടുത്താലും X മാറിയിട്ട് H വരും. ഓക്കെ, ഇനി വളരെ ഫേമസ് ആയിട്ടുള്ള റിയാക്ഷൻ നിങ്ങളൊക്കെ മനസ്സിലുണ്ടാവും. സോഡിയം ഇൻ ഡ്രൈതർ കൊടുക്കുകയാണെങ്കിൽ, റിയാക്ഷന് വിളിക്കുന്ന പേരാണ് വുഡ്സ് റിയാക്ഷൻ. സോഡിയം ഡ്രൈതർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട എത്രയുള്ളടാ, ഈ X മാറ്റിയിട്ട് R അതിൻ്റെ മിറർ ഇമേജും കൂടെ ഒന്ന് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യാം. X മാറ്റിയിട്ട് R അതിൻ്റെ മിറർ ഇമേജ്, RR ടൈപ്പ് ആൽക്കൈൻ കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ ആൽക്കൈൻ നിങ്ങൾ നോക്കിയേ, ഒന്ന് RH ഒന്ന് RR ആണ്. RH എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ആൽക്കൈനാണ്, RR എന്ന് പറയുന്നത് ആൽക്കൈനാണ്. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുന്ന RXനെ X മാറ്റിയിട്ട് H വരുത്താൻ പറ്റുന്ന രണ്ടാളുകളാണ് സിങ്ക് HClഉം സിങ്ക് H2SO4ഉം LaL_H4ഉം. ഓക്കെ, അതിനെ ആറാക്കി മാറ്റാൻ പറ്റുന്ന ഒരാളാണ്. അതേ സാധനം മിറർ ഇമേജ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന റിയാക്റ്റാണ് സോഡിയം ഡ്രൈതർ. ആ റിയാക്ഷൻ വിളിക്കുന്ന പേര് വുഡ്സ് റിയാക്ഷൻ എന്നാണ്. ഓക്കെ, ഞാനിതിൻ്റെ എക്സാമ്പിൾ കാണിക്കാം കേട്ടോ, നോക്കിയോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ CH3 CH2 Br ബ്രോമോ ഇതേനുണ്ട്. എടാ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് സിങ്കിൻ HCl ആണെന്ന് വിചാരിക്കും, സിങ്കിൻ HCl. അതേസമയം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സാധനം സോഡിയം ഈതറാന്ന് വിചാരിക്കും, സോഡിയം ഡ്രൈതർ, വുഡ്സ് റിയാക്ഷൻ. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിടാ, ഫസ്റ്റ് വണ്ണിൽ CH3 CH2 H വരും, RH ആവും. ഓക്കെ, CH3 CH2 H, അത് വേറെ ഒന്നല്ല, CH3. സെക്കൻഡ് വണ്ണിൻ്റെ അകത്ത് CH3 CH2 CH2. ഞാൻ എന്താ പറഞ്ഞേ, R മനസ്സിലാക്കി വെക്കുക. ഏതാണ് ഇവിടുത്തെ R എന്ന് പറയുന്നത്? ഇതാണ് ഇവിടുത്തെ R ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലേ. ഇവിടുത്തെ R ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഈ R ഗ്രൂപ്പ് അതിലോട്ട് H വരിക, അതാണ് സിങ്ക് HClഉം ലിത്തിയം അലൂമിനിയം ഹൈഡ്രേറ്റും ചെയ്യുന്നത്. അതിലോട്ടേക്ക് അതേ ആൽക്കിൽ ഗ്രൂപ്പ് മിറർ ഇമേജ് ആയിട്ട് കണക്ട് ചെയ്യുക, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കണക്ട് ചെയ്യുന്നതാണ് വുഡ്സ് റിയാക്ഷൻ കപ്ലിംഗ്. ഓക്കെ, അപ്പോൾ ഞാൻ ആൽക്കൈൽ ഗ്രൂപ്പ് ഇതിലാന്ന് മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ അതിലോട്ടേക്ക് അതേ ആൽക്കൈൽ ഗ്രൂപ്പ് കണക്ട് ചെയ്ത് നമുക്കൊന്ന് കാണാം, നോക്കണം. CH2 ഓക്കെ, അതേ ആൽക്കൈൽ ഗ്രൂപ്പ് കണക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം.
ഓക്കെ, അതിലേക്ക് അതേ ആൽക്കൈൽ ഗ്രൂപ്പ് കണക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നോക്കണം, CH2, ഓക്കെ, അതിലോട്ടേക്ക് അതേ ആൽക്കൈൽ ഗ്രൂപ്പ് കണക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നോക്കുക, അതിൻ്റെ മിറർ ഇമേജ് CH3, CH2, CH2, CH3. ഓക്കെ, ആ റെഡിലും ബ്ലാക്കിലും കാണിച്ചത് നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പും അതിൻ്റെ മിറർ ഇമേജ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പും രണ്ടും കൂടെ കണക്റ്റഡ് ആകുന്നതാണ്. ഞാൻ പറഞ്ഞു ഇതുപോലെ ആയിരിക്കും പ്രൊഡക്റ്റ് വരുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കി നോക്കാം. വേറെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇതാ നോക്കടാ, CH3, CH, CH3, Cl, ഐസോപ്രോപ്പൈൽ ക്ലോറൈഡ് എന്നൊക്കെ വിളിക്കാം. ഇതിന് ഞാൻ സോഡിയം ഈതറുമായി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കാം പറഞ്ഞേ? CH3, CH, CH3, ഇത് ആണ് ആൽക്കൈൽ ഗ്രൂപ്പ്, ഐസോപ്രോപ്പൈൽ ഗ്രൂപ്പ്. ഇതിൻ്റെ മിറർ ഇമേജ് ഞാൻ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കില്ലടാ, ഇത് രണ്ടും കൂടെ എന്താവും? കണക്റ്റഡ് ആവും. ഇത് രണ്ടും കൂടെ കണക്റ്റഡ് ആവും. ഓക്കെ, ആൽക്കൈൽ ഗ്രൂപ്പും അതിൻ്റെ മിറർ ഇമേജും കൂടെ എന്താവും? കണക്റ്റഡ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ടത്. അവിടെ വുഡ്സ് റിയാക്ഷനിൽ. വുഡ്സ് റിയാക്ഷൻ പ്രത്യേകമുണ്ട്. വുഡ്സ് റിയാക്ഷനിൽ റിവേഴ്സ് ക്വസ്റ്റ്യൻ കേൾക്കാറുണ്ട്. റിവേഴ്സ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ A എന്ന് പറയുന്ന ഒരു ആൽക്കൈൽ ആലിഡ്, ഇതിലേക്ക് സോഡിയം ഡ്രൈതർ നമ്മൾ എന്ത് ചെയ്തു? ചേർത്തു. അപ്പോൾ ഇങ്ങനൊരു പ്രൊഡക്റ്റ് കിട്ടിയെന്ന് വിചാരിക്കും. ഇങ്ങനൊരു പ്രൊഡക്റ്റ്. ഓക്കെ, റിവേഴ്സ് അഥവാ ഇതിൽ റിയാക്ടൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ, ഇതിൻ്റെ സിമെട്രിക് സൈഡ് നമുക്കറിയാം. നമ്മൾ വുഡ്സ് റിയാക്ഷനിലെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ആറും അതിൻ്റെ മിറർ ഇമേജും കൂടെ കണക്ട് ചെയ്തിട്ടാണ്. ആറും അതിൻ്റെ മിറർ ഇമേജും കൂടെ കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ആറും അതിൻ്റെ മിറർ ഇമേജും കൂടെ കണക്ട് ചെയ്യുക, അങ്ങനെയാണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എവിടെയാണോ ആറും അതിൻ്റെ മിറർ ഇമേജുള്ള സിമെട്രിക് ആയിട്ടുള്ള ഏരിയയുള്ള അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റിയാക്ഷൻ റിവേഴ്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് ക്ലിയർ ആണ്, ഇത്രയും ഭാഗത്തിൻ്റെ റിവേഴ്സാണിത്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? കാണിക്കാം. CH3, CH, CH3, CH2, CH2, CH, CH3, CH3. ഓക്കെ, ഇതാണ് മോളിക്യൂൾ. അപ്പോൾ നേരത്തെ കാണിച്ച ബോണ്ട് ലൈനിൻ്റെ കണ്ടൻസ് ഫോമിലാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നോക്കി നോക്കടാ, ഇതല്ല അതിൻ്റെ മിറർ ഇമേജ് എന്ന് പറയണേ, ഇവിടെ അല്ല അതിൻ്റെ സിമെട്രിക് ഭാഗം എന്ന് പറയുന്നത്. അവിടെ കട്ട് ചെയ്തിട്ട് രണ്ട് ഭാഗത്തും ഹാലജൻ കൊടുത്താൽ മതി. എവിടെയാണോ സിമെട്രി ഉള്ളത് അവിടെ കട്ട് ചെയ്യുക, രണ്ട് ഭാഗത്തും ഹാലജൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തിനു കിട്ടും? റിയാക്ടിന് കിട്ടും. അപ്പോൾ റിയാക്ടിൻ്റെ ഏതാണെന്ന് ആരെയും ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? CH3, CH, CH3, CH2, X. ഓക്കെ, ഒരു റിയാക്ഷൻ സംഭവം ഇമ്പോർട്ടൻ്റ് ആയ ഒരു നെയിം റിയാക്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. റെഡി? ഓക്കെ, ശരി. അപ്പോൾ ആൽക്കൈൽ ആലൈഡ് ഉണ്ടാക്കുന്ന മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഇതാണ്. നമുക്ക് ഒരു കോമ്പൗണ്ടും കൂടെ NCERT പറയുന്ന മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ പഠിച്ചാൽ മതി. അടുത്ത കോമ്പൗണ്ട് എന്ന് പറയുന്നത് സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണ്. ആരാ? സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡിൻ്റെ സാൾട്ടാണ്. കാർബോക്സിലിക് ആസിഡിൻ്റെ സാൾട്ട് നമുക്ക് സോഡിയം സാൾട്ടോ പൊട്ടാസ്യം സാൾട്ടോ പറയാൻ പറ്റും. RCOON. ഓക്കെ, ഇതിൻ്റെ പേര് വരുന്നത് സോഡിയം ആൽക്കനോവേറ്റ് എന്നുള്ള രീതിയിലാണ്. അതായത് സോഡിയം മെത്തനോവേറ്റ്, സോഡിയം പ്രൊപ്പനോവേറ്റ്, സോഡിയം ബ്യൂട്ടനോവേറ്റ്, ആ രീതിയിലാണ് വരിക. ഓക്കെ, ജനറലി സോഡിയം ആൽക്കനോവേറ്റ്. റിയാക്ഷൻ എന്ന് പറയാം. റിയാക്ഷൻ്റെ പേര്, രണ്ട് റിയാക്ഷൻ്റെയും പേര് ഡീകാർബോക്സിലേഷൻ എന്നാട്ടോ. എന്താ റിയാക്ഷൻ്റെ പേര്? ഡീകാർബോക്സിലേഷൻ. എടാ, ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണെന്ത്? ഡീകാർബോക്സിലേഷൻ. സോ റിമൂവൽ ഓഫ് CO2 ദാറ്റ് സിംപ്ലി കോൾഡ് വാട്ട്? ഡീകാർബോക്സിലേഷൻ. രണ്ട് മെത്തേഡ് ഉണ്ട്. രണ്ടിൻ്റെ അകത്തും കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ആവുന്നുണ്ട്. പക്ഷേ രണ്ട് മെക്കാനിക്സിലാണ് നടക്കുന്നത്. നിങ്ങൾ അതൊന്നും ഫോക്കസ് ചെയ്യേണ്ട. എങ്ങനെ പ്രൊഡക്റ്റിലേക്ക് എത്താം ആ സെൻസ് ഞാൻ കാണിക്കാം, ഒന്ന് ശ്രദ്ധിച്ചാൽ വേണം. എൻ്റെ കയ്യിൽ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഏതാ? RCON. ഇതിലോട്ടേക്ക് ഞാൻ സോഡ ലൈം ആഡ് ചെയ്യണം. സോഡ ലൈം എന്ന് പറയുന്നത് സോഡ, ദാറ്റ് സിംപ്ലി നത്തിങ് ബട്ട് കോസ്റ്റിക് സോഡ, NaOH. ഓക്കെ, ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യുക്ക് ലൈം, CaO. ദിസ് മിക്സർ ഇസ് സിംപ്ലി കോൾഡ് വാട്ട്? സോഡ ലൈം. ഇതിനെ പറയുന്ന പേരാണ് സോഡ ലൈം. ഓക്കെ, സോഡ ലൈം ഉപയോഗിച്ചിട്ട് ഡീകാർബോക്സിലേഷൻ നടത്താൻ പറ്റുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അല്ലെങ്കിൽ ഇലക്ട്രോലിസിസ് നടത്തിയാൽ മതി. ആ ഇലക്ട്രോലിസിന് ഒരു സ്പെഷ്യൽ പേരുണ്ട്, നെയ്മഡ് റിയാക്ഷനാണ്, കേട്ടിട്ടുണ്ടായിരിക്കും. കോൾബ്സ് ഇലക്ട്രോലിസിസ് എന്ന് പറയും. കോൾബ്സ് ഇലക്ട്രോലിസിസ്. സോ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിലേക്ക് ഒന്നുകിൽ സോഡ ലൈം ചേർക്കുക, ഡീകാർബോക്സിലേഷൻ നടക്കും. അല്ലെങ്കിൽ ഇലക്ട്രോലിസിസ് നടത്തുക, കോൾബ്സ് ഇലക്ട്രോലിസിസ് എന്ന് പറയും. അപ്പോഴും ഡീകാർബോക്സിലേഷൻ നടക്കും. പക്ഷേ രണ്ടിൽ നടക്കുന്ന രീതി രണ്ടായതുകൊണ്ട് തന്നെ കിട്ടാൻ പോകുന്ന പ്രൊഡക്റ്റ് രണ്ട് സ്റ്റൈലായിരിക്കും. എന്തോ ആവട്ടെ, നിങ്ങൾ ചെയ്യേണ്ടത്രയുള്ളടാ
നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ. നിങ്ങൾ COONA എന്ന് പറയുന്ന സാധനം ഫസ്റ്റ് നിങ്ങൾ സോഡ ലൈം ആഡ് ചെയ്യുന്ന സമയത്ത് ആ COONA ഇതിൻ്റെ അകത്ത് CO2 ഉണ്ട് കേട്ടോ. എടാ ഇവോൾവ് ചെയ്ത് പോകുന്ന CO2 ഇതിൻ്റെ അകത്താണല്ലേ, ഇതിൻ്റെ അകത്ത് RCONൻ്റെ അകത്ത്. ഞാൻ പറഞ്ഞു ഡീകാർബോക്സിലേഷനാണ് കാർബൺ ഡൈ ഓക്സൈഡ് പോവും. ആ CONൻ്റെ അകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പോവുക. അത് പോയി കഴിഞ്ഞാൽ വേറെ എന്തോ അവിടെ വന്ന് ചേരും. എന്താ വന്നതെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കേണ്ടത് ആൽക്കേനാണ്. ഞാൻ പറഞ്ഞു സോഡ ലൈമാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ RH ടൈപ്പ് ആൽക്കേന കിട്ടാം. അപ്പോൾ അവിടെ വന്ന് ചേരുന്ന ആരായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. ഓക്കെ, റെഡിയാണ്. ഇനി കോൾപ്സ് ഇലക്ട്രോളിസ് ആണ് നടത്തുന്നതെങ്കിൽ നമുക്ക് RR ടൈപ്പാണ് കിട്ടാം, RR ടൈപ്പ്. അപ്പോൾ CONA പോയിട്ട് അവിടെ R വരും. നിങ്ങൾ എത്ര മനസ്സിലാക്കേണ്ടുള്ളൂ, നിങ്ങൾ റിയാക്ഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് CONA ആണെങ്കിൽ CONനെ നിങ്ങൾ എന്താക്കി മാറ്റുക? ഹൈഡ്രജൻ ആക്കി മാറ്റുക. ഇവിടെ സോഡ ലൈം. CONനെ നിങ്ങൾ എന്താക്കി മാറ്റുക? ആൽക്കൈൽ ഗ്രൂപ്പ് ആക്കി മാറ്റുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വുഡ്സിൽ അതേ സെൻസ് തന്നെയാണ് കേട്ടോ. വുഡ്സിൻ്റെ അതേ രൂപത്തിൽ തന്നെ ചെയ്യേണ്ടത്. വുഡ്സിൻ്റെ അതേ രൂപത്തിലാണ് ചെയ്യേണ്ടത്. മിറർ ഇമേജ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, റിയാക്ഷൻ്റെ പേര് കോൾപ്സ് ഇലക്ട്രോളിസിസ്. അങ്ങനെയാണ് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. നോക്കണം. എക്സാമ്പിള് എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഇങ്ങനൊരു മോളിക്യൂളുണ്ട്. ഇതിൻ്റെ പേരൊന്ന് പറഞ്ഞിടാം. ഞാൻ പറഞ്ഞു ഇതിനെ സോഡിയം ആൽക്കനോയിഡ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ പേര് സോഡിയം എത്തനോവേറ്റ്. സോഡിയം എത്തനോവേറ്റ്. സോഡിയം എത്തനോവേറ്റ് എന്ന് പറഞ്ഞാലും സോഡിയം അസറ്റേറ്റ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം 2 കാർബൺ ആകുമ്പോൾ നമുക്ക് അസറ്റിക് ആസിഡ് എന്ന് പറയാം, എത്തനോയിക് ആസിഡ് എന്ന് പറയാം. ഈ പറയപ്പെടുന്ന സോഡിയം അസറ്റേറ്റിനെ അല്ലെങ്കിൽ സോഡിയം എത്തനോവേറ്റിനെ സപ്പോസ് ഞാൻ ട്രീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വിചാരിക്കും. ഞാൻ ട്രീറ്റ് ചെയ്യുന്നത് സോഡ ലൈം ഉപയോഗിച്ചിട്ടാണെന്ന് വിചാരിക്കുക. അതാരാ? NaOH + CaO. അങ്ങനെ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്കത് CH3H ആവും, മീഥേനായിട്ട് മാറും. ഞാൻ പറഞ്ഞു RCONൻ്റെ CONനെ മാറ്റിയിട്ട് അവിടെ H കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, 2 നിങ്ങളിതിലോട്ടേക്ക് ഇലക്ട്രോളിസ് ആണ് നടത്തുന്നത് വിചാരിക്കും. കോൾപ്സ് ഇലക്ട്രോളിസ് എന്ന് പറയണമെന്നില്ല. ഇലക്ട്രോളിസ് കാണിച്ചാൽ അത് കോൾപ്സ് ഇലക്ട്രോളിസ് ആണ് വിത്ത് റെസ്പെക്ട് ടു സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആറും അതിൻ്റെ മിറർ ഇമേജും കൂടെ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. റെഡിയാണ്. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. ഇനിയിപ്പോൾ ഏത് മോളിക്യൂൾ വന്നാലും പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്താൽ മതി. ഞാൻ വേറെ എക്സാമ്പിൾ കാണിക്കാം. എൻ്റെ കയ്യിലുള്ളത് ഇങ്ങനൊരു സാധനമാണ്. സോഡിയം ഐസോബ്യൂട്ടൈറേറ്റ് എന്നൊക്കെ പറയാം. സോഡിയം ഐസോബ്യൂട്ടൈറേറ്റ് വാട്ടർ ഇറ്റ് മേ ബി. ഞാൻ ആഡ് ചെയ്തത് സോഡ ലൈമാണെന്ന് വിചാരിക്കും. എന്താ സംഭവിക്കണേ? ഇവിടെ ഒരു H വരും. ആ H വന്നാൽ കാണാൻ പറ്റില്ല കേട്ടോ. ഇത് ഞങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി കാണിച്ചതാണ്. ഇത്രേ വരുള്ളൂ. ഓക്കെ, ആ H അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാവും. ബോണ്ട് ലൈൻ അല്ലേ, കാണാൻ പറ്റില്ല. ഇനി ഇതേ സാധനം ഞാൻ ഇലക്ട്രോളിസ് ആണ് നടത്തുന്നത് വിചാരിക്കും. ഇലക്ട്രോളിസ് നടത്തി കഴിഞ്ഞാൽ എനിക്ക് ഇതാണ് ആറും അതിൻ്റെ മിറർ ഇമേജും. ഇതാണ് മിറർ ഇമേജ്. ഈ ആറും അതിൻ്റെ മിറർ ഇമേജും എന്ത് ചെയ്യുന്ന പറഞ്ഞേ? കണക്റ്റ് ആവുന്ന പറഞ്ഞു. ആറിൻ്റെ മിറർ ഇമേജും കണക്റ്റ് ആവും. ഓക്കെ, സോ 2 ബ്ലാക്കിലുള്ള സാധനം കണ്ടോ? അതാണ് ആറുകൾ. അതും അതിൻ്റെ മിറർ ഇമേജും. അതൊരു ബോണ്ട് വെച്ച് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, യു വിൽ ഗെറ്റ് ദ പ്രൊഡക്റ്റ്. പറഞ്ഞത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രോകാർബൺ അക്കോർഡിംഗ് ടു യുവർ NCERT ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് പാർട്ട് കോൾഡ് ഫിസിക്കൽ പ്രോപ്പർട്ടി. ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. ആൽക്കെയിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ആണ് പറയണമെങ്കിൽ അത് ഒട്ടുമിക്ക ഓർഗാനിക് കോമ്പൗണ്ട് അങ്ങനെ തന്നെയാണ്. ലോയർ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഗ്യാസാണ്. ഓക്കെ, 1 മുതൽ 4 വരെയുള്ള ആളുകളൊക്കെ ഗ്യാസാണ്. ഇൻ്റർമീഡിയറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ലിക്വിഡാണ്. ഇൻ്റർമീഡിയറ്റ് മെമ്പേഴ്സ് ലിക്വിഡാണ്. ഓക്കെ, ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ 5 മുതൽ 17 വരെയൊക്കെ വരാം. അതിൻ്റെ മേലേക്കുള്ള ആളുകളില്ലേ, ഏത് ഹയർ വൺസില്ലേ, അതിലും വലിയ ആൾക്കാരില്ലാടാം. അവറ്റകൾ എന്ന് പറയുന്നത് സോളിഡാണ്. ഓക്കെ, ഒരു 18 മുതൽ മേലേക്കുള്ളവരൊക്കെ എന്താണ്? സോളിഡാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ആൽക്കെയിൻ എന്ന് പറയുന്ന സാധനം നോൺ പോളാറാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കൂട്ടം, ഒരു കണ്ടെയ്നറിൽ, ഒരു പാത്രത്തിൽ കുറേ ആൽക്കെയിൻ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ആൽക്കെയിൻ നോൺ പോളാറാണ്. എങ്ങനെയാണ് പറഞ്ഞത്? നോൺ പോളാർ. ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് നോൺ പോളാറാണ്. എന്താണ് ഡൈപോൾ മൊമെൻ്റ്, എന്താണ് നോൺ പോളാർ എന്നൊന്നും ഞാൻ പറയുന്നില്ല. കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ അകത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പോളാറല്ല, നോൺ പോളാറാണ്. ഓക്കെ, സോ അത് വെച്ച് പറയുകയാണെങ്കിൽ ആൽക്കെയിൻ നോൺ പോളാറാണ്. ഞാനൊരു കണ്ടെയ്നർ മുഴുവൻ ആൽക്കെയിനാണ് എടുക്കണമെന്ന് വിചാരിക്കാം. അതിൻ്റെ അകത്ത് ഒരുപാട് ആൽക്കെയിനുകളുണ്ടാവും. ഞാൻ അതിൽ 2 സാമ്പിൾ ഓഫ് മോളിക്യൂളാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചത്. ഈ 2 ആൽക്കെയിൻ നോൺ പോളറാണ്. നോൺ പോളർ ആയിട്ടുള്ള 2 ആളുകൾ തമ്മിലുണ്ടാവുന്ന ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലണ്ടൻ ഫോഴ്സ് ആണ്. 2 നോൺ പോളാർ ബോഡീസ് തമ്മിലുണ്ടാവുന്ന ഇൻറ്ററാക്ഷൻ
അതിൻ്റെ പേരാണ് ലണ്ടൻ ഫോഴ്സ്. രണ്ട് പോളാർ ബോഡീസ് തമ്മിൽ ഉണ്ടാകുന്ന ഇൻട്രാക്ഷൻ, അതിൻ്റെ പേരാണ് ഡൈപോൾ ഇൻട്രാക്ഷൻ. അതിലൊരു സ്പെഷ്യൽ ഇൻട്രാക്ഷൻ്റെ പേരാണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഓർ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, അപ്പോൾ ആൽക്കിൻ എന്ന് പറയുന്ന ആൾ തമ്മിൽ കാണിക്കുന്ന ഇൻട്രാക്ഷൻ ഏതാണ്? ലണ്ടൻ ഫോഴ്സ് ആണ്, നോൺ പോളർ ആയതുകൊണ്ട്. ഈ ലണ്ടൻ ഫോഴ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ലണ്ടൻ ഫോഴ്സ് അതിൻ്റെ സർഫസ് ഏരിയക്ക് പ്രൊപ്പോർഷനിലാണ്. നിങ്ങളുടെ ആൽക്കെയിൻ വലുതാവും തോറും രണ്ട് ആൽക്കെയിനുകൾ തമ്മിലുള്ള ആൽക്കെയിൻ്റെ സർഫസ് ഏരിയ കൂടുന്തോറും, ഞാൻ പറഞ്ഞു രണ്ട് ആൽക്കെയിനുകൾ തമ്മിലുള്ള കോൺടാക്ട് ഫോഴ്സിനെ പറയുന്ന പേരാണ് ലണ്ടൻ ഫോഴ്സ്. ആൽക്കെയിനുകൾ വലുതാവും തോറും സർഫസ് ഏരിയ കൂടുന്തോറും ആ കോണ്ടാക്ട് ഫോഴ്സ് എന്താവും? കൂടും. ആ കോണ്ടാക്ട് ഫോഴ്സ് അതിൻ്റെ പേരാണ് എന്ത്? ലണ്ടൻ ഫോഴ്സ്. അത് സിംപ്ലി പ്രൊപ്പോർഷണൽ ടു സർഫസ് ഏരിയ ആണ്. ഇനി ഒരു ഓർഗാനിക് കോമ്പൗണ്ട് സർഫസ് ഏരിയ നിങ്ങൾക്ക് എങ്ങനെ കൂട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കാർബൺ ആഡ് ചെയ്താൽ മതി. കാർബണിൻ്റെ എണ്ണം കൂട്ടുകയാണെങ്കിൽ സർഫസ് ഏരിയ കൂടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ലണ്ടൻ ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സർഫസ് ഏരിയ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് കാർബൺ. ഇനി സർഫസ് ഏരിയ കൂട്ടാൻ എന്ത് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ചിങ് കുറച്ചാൽ മതി. ബ്രാഞ്ചിങ് കുറച്ചാലും സർഫസ് ഏരിയ എന്താകും? കൂടും. അപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലായെന്ന് വരുന്നു. രണ്ട് ആൽക്കേൻ എനിക്ക് ബോയിൽ ചെയ്യണമെന്ന് വിചാരിക്കാം. ഞാൻ ബോയിലിംഗ് കുറിച്ച് സംസാരിക്കുന്നത്. എനിക്ക് ഒരു കണ്ടെയ്നറുള്ള ആൽക്കേനെ ബോയിൽ ചെയ്യണം. ബോയിൽ ചെയ്യണമെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം ഞാൻ വേർപ്പെടുത്തണം. ചൂടാക്കുമ്പോൾ അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ബ്രേക്ക് ചെയ്യും. അവർ തമ്മിൽ എന്ത് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അവർ നോൺ പോളർ ആയതുകൊണ്ട് ലണ്ടൻ ഫോഴ്സ് എന്ന് പറഞ്ഞത്. ലണ്ടൻ ഫോഴ്സ് ആയതുകൊണ്ട് ലണ്ടൻ ഫോഴ്സ് എന്ന് പറയുന്നത് സിംപ്ലി സർഫസ് ഏരിയക്ക് പ്രൊപ്പോർഷനാണ്. സർഫസ് ഏരിയ കൂടണമെങ്കിൽ നിങ്ങളുടെ എടുക്കുന്ന ആളുടെ കാർബൺ കൂട്ടിയെടുക്കണം, അല്ലെങ്കിൽ ബ്രാഞ്ചിങ് കുറച്ചെടുക്കണം. സിംപ്ലി പറയാനുള്ള അത്രേ ഉള്ളൂ. Boiling point which proportional to London force, which is proportional to surface area, which is proportional to number of carbon and inversely proportional branching എന്ന് ഞാൻ പറഞ്ഞത് വെച്ച് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ കൺക്ലൂഷൻ മക്കളെ. ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞതാണ്. ബോയിലിംഗ് പോയിന്റ് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ കൂടിയ ബോയിലിംഗ് പോയിന്റ് കൂടും, ബ്രാഞ്ചിങ് കുറഞ്ഞ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും? കൂടും. ബ്രാഞ്ചിങ് കുറഞ്ഞ ബോയിലിംഗ് പോയിന്റ് കൂടും. ബോയിലിംഗ് പോയിന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. ആൽക്കെയിൻസ് നോൺ പോളർ ആയതുകൊണ്ട് തന്നെ വാട്ടർ ഇൻസോലുബിൾ ആയിരിക്കും. വെള്ളത്തിൽ സൊലുബിൾ ആവില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോളാറാണ്. പോളാറിലേക്ക് എന്നാണ് പഠിച്ചിട്ടുള്ളത്. ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്നാണ്. നോൺ പോളാറുകളിൽ ഡിസോൾവ് ആവും. പോളാർ കോമ്പൗണ്ട്സ് ആണ് പോളാർ സോൾവെന്റിൽ ഡിസോൾവ് ആവുക. ആൽക്കെയിൻ്റെ പ്രോബ്ലം ആൽക്കെയിൻ നോൺ പോളാറാണ്, വെള്ളം പോളാറാണ്. അപ്പോൾ ഇത് രണ്ടും മാച്ചിങ് അല്ല, അതുകൊണ്ട് ഇത് സൊല്യൂബിൾ ആവാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഓക്കെ, അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ കെമിക്കൽ പ്രോപ്പർട്ടിയിലേക്ക് പോവുകയാണ്. കെമിക്കൽ പ്രോപ്പർട്ടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ളത്, എടാ എൻ്റെ കയ്യിലൊരു ആൽക്കെയിൻ ഉണ്ടെന്ന് വിചാരിക്കും. ആൽക്കെയിൻ, ഓക്കെ, ഈ ആൽക്കെയിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഓക്സിജൻ, എക്സസ് ഓക്സിജൻ കൊടുക്കാമെന്ന് വിചാരിക്കും. ആൽക്കെയിനിലോട്ട് ഞാൻ എക്സസ് ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കത്തും. നമ്മളതിനെ കംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറയാം. അപ്പോൾ ആൽക്കെയിൻ നിങ്ങൾക്ക് എന്താ തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് H2O എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ തരാം. ഓക്കെ, ആൽക്കെയിനെ എക്സസ് ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ കിട്ടും. അതേസമയം നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളതിലേക്ക് ലിമിറ്റഡ് ഓക്സിജൻ കൊടുക്കും. നിങ്ങളുടെ കയ്യിൽ ഓക്സിജൻ വളരെ കുറവാണെന്ന് വിചാരിക്കും. അപ്പോൾ ലിമിറ്റഡ് ഓക്സിജൻ കൊടുക്കുക. ലിമിറ്റഡ് ഓക്സിജൻ കൊടുക്കുമ്പോൾ ആൽക്കെയിൻ കാർബൺ ഡൈ ഓക്സൈഡ് തരില്ല. മുഴുവനായിട്ട് കത്തിയാൽ മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡ് തരില്ല. ആൽക്കെയിൻ നമുക്ക് തരിക കാർബൺ ബ്ലാക്ക്, കാർബൺ എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ് തരിക, കാർബണും വാട്ടറും തരിക. ഓക്കെ, ആ കാർബൺ ഉണ്ടാകുന്നതിന് നമ്മൾ പറയുന്നവരാണ് കാർബൺ ബ്ലാക്ക്. ഓക്കെ, അപ്പോൾ ആ പ്രൊഡക്റ്റുകൾ ജസ്റ്റ് പഠിച്ചാൽ മതി, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, ഇനി ആൽക്കെയിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കെയിനെ നിങ്ങൾ ആബ്സെൻസ് ഓഫ് എയറിൽ ഹീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. ആബ്സെൻസ് ഓഫ് എയറിൽ ഒരു 773 കെൽവിനോളം നിങ്ങൾ ചൂടാക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ആൽക്കെയിൻ എന്ത് ചെയ്യുന്നറിയോ? ആൽക്കെയിൻ പീസസ് ആയി മാറും. സ്മോളർ ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറും. ഈ സ്മോളർ ഹൈഡ്രോ കാർബൺ എന്ന് ഞാൻ പറയുന്നതിൻ്റെ അകത്ത് ആൽക്കീനൊക്കെ വരുന്നുണ്ട്. ആൽക്കെയിൻ ചെറിയ ആൽക്കെയിനുകളാവും എന്നല്ല ഞാൻ പറഞ്ഞത്. ആൽക്കീനുകളൊക്കെ ആയിട്ട് മാറും. സ്മോളർ ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറും ആബ്സെൻസ് ഓഫ് എയറിൽ. പിന്നെ NCERT പറയുന്ന ഒരു റിയാക്ഷൻ ഞാനത് പറയുകയാണെങ്കിൽ, ആൽക്കെയിന് നിങ്ങൾ സ്റ്റീമുമായിട്ട് ട്രീറ്റ് ചെയ്യണം. സ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H2O ഇൻ ദ ഫോം ഓഫ് ഗ്യാസ്. ഓക്കെ, ഒരു 1273 കെൽവിനിൽ നിക്കലിൻ്റെ പ്രസൻസിൽ എടുത്തോ എന്നാണ് NCERT പറയുന്നത്. നിങ്ങൾ സ്റ്റീമുമായിട്ട് ആൽക്കെയിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ആൽക്കെയിൻ തരുന്ന പ്രൊഡക്റ്റ് വീണ്ടും മാറുന്നു. കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജനാണ് തരിക. ഇതിന് നമുക്ക് വേണമെങ്കിൽ വാട്ടർ ഗ്യാസ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ അല്ല. ഇതിനൊന്നും റിയാക്ഷൻ വൈസ് പഠിക്കണമെന്നില്ല. പ്രൊഡക്റ്റ് എന്താ ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതിനൊക്കെ ഒരു കണക്ഷൻ ഉണ്ട്. നോക്കി, നിങ്ങൾ ആൽക്കെയിനെ നല്ലോണം കത്തിച്ച് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും, ലിമിറ്റഡ് ആയിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ കാർബൺ ബ്ലാക്കും വാട്ടറും. ആൽക്കെയിനെ സ്റ്റീമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും അതിന് പറയുന്ന പേരാണ് വാട്ടർ ഗ്യാസ്. ആൽക്കെയിൻ ഇത് ഏറെ ഇല്ലാണ്ട് നിങ്ങൾ വെറുതെ ചൂടാക്കി ആൽക്കെയിൻ പൊട്ടി പീസായിട്ട് മാറും, സ്മോളർ ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറും. ആൻഡ് ദ ഫസ്റ്റ് 2 റിയാക്ഷൻസ് ആർ കോൾഡ് കമ്പഷൻ. ഓക്കെ, ആദ്യം പറയുന്നത്
എക്സസ് ഓക്സിജൻ ആയതുകൊണ്ട് ഞാൻ അതിനെ കംപ്ലീറ്റ് കമ്പഷൻ എന്ന് വിളിക്കും. രണ്ടാമത്തേത് പാർഷ്യൽ കമ്പഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പോട്ടെ, കമ്പഷൻ സിംപ്ലി. ഓക്കെ, ആബ്സെൻസ് ഓഫ് എയറിൽ നടന്ന് ചൂടാക്കുമ്പോൾ ബ്രേക്ക് ചെയ്യുന്നതിന് നമ്മൾ പൈറോലൈസിസ് എന്നാണ് പറയുക, ഓർ പൈറോലിസിസ്. ഓക്കെ, ക്രാക്കിംഗ് എന്നും വിളിക്കാൻ പറ്റും. പൈറോലിസിസ് അല്ലെങ്കിൽ ക്രാക്കിംഗ് എന്നൊക്കെയാണ് എൻസിആർടി പറയുന്നത്. പൈറോലിസിസ് ഓർ ക്രാക്കിംഗ്. ഓക്കെ, ഫൈൻ. ഇത് ആൽക്കേൻ്റെ ഒരു ക്ലാസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഇതിൻ്റെ അകത്തൊരു ഞാൻ ഏത് റിയാക്ഷനിലാണോ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ച് കൺവിൻസ് ചെയ്യേണ്ടത് ആ റിയാക്ഷൻ ഞാൻ എക്സാമ്പിൾ കാണിച്ചിരിക്കും. ഇതിൻ്റെ അകത്ത് പ്രൊഡക്റ്റ് മാത്രം ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വരുന്ന രീതിയിൽ പഠിച്ചാൽ മതി. ഓക്കെ, ഒരു റിയാക്ഷൻസും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയുണ്ട്, ആ രൂപത്തിലാണ് ഞാൻ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടാവുക. വുഡ്സ് റിയാക്ഷൻ, കോൾസ് ഇലക്ട്രോൺസ്, അതിൻ്റെ അകത്തൊക്കെ എക്സാമ്പിൾ കൺവേർട്ട് ചെയ്യാനുള്ള രൂപത്തിൽ ചോദിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ. ഓക്കെ, അപ്പോൾ എന്താടാ പറയാനുള്ളത്? അടുത്ത ആൽക്കേൻ്റെ ഒരു ടൈപ്പിൽ ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ആൽക്കേൻ്റെ ഒരു ക്ലാസ്സിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഓക്സിഡേഷനിലേക്ക് പോയി നോക്കാം നമുക്ക്. ഓക്സിഡേഷൻ. ഓക്കെ, നോക്കടാ, എൻ്റെ കയ്യിലൊരു ആൽക്കേൻ ഉണ്ട്. ആൽക്കേൻ സിംപ്ലി ഞാൻ RCH3. ഓക്കെ, RCH3 ഏതൊരു ആൽക്കേൻ ഞാൻ എടുത്തു കഴിഞ്ഞാലും എൻ്റെ CH3 ഉണ്ടാവുമല്ലോ. ഈ ആൽക്കേൻ സത്യത്തിൽ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ വരേണ്ട എന്താണെന്ന് അറിയോ? പ്രൈമറി ആൽക്കോളാണ്. പ്രൈമറി ആൽക്കോൾ. ഓക്കെ, CH3 എന്ന് പറയുന്നത് CH2OH ആവണം, പ്രൈമറി ആൽക്കോൾ ആവണം. പിന്നീടും അത് ഓക്സിഡൈസ് ചെയ്ത് എന്താ വരേണ്ടതെന്ന് അറിയോ? ആൽഡിയുടെ വരണ്ടേ, ആൽഡിയുടെ RCHO. വീണ്ടും ഓക്സിഡൈസ് ചെയ്ത മക്കളെ RCOH ആവാൻ വേണ്ടേ, RCOH. ദിസ് ഇസ് സിംപ്ലി ദ ഓക്സിഡേഷൻ സീക്വൻസ് ഓഫ് വാട്ട്? ആൽക്കെയിൻ. ആൽക്കെയിൻ ഓക്സിഡേഷന് പെരുമാറുന്ന രൂപമാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ നിർത്താണ്ട് ആൽക്കെയിൻ ഓക്സിഡേഷൻ നടത്തുകയാണെങ്കിൽ ആൽക്കെയിൻ ആദ്യം ഏതൊക്കെ കോമ്പൗണ്ടുകൾ ഏതൊക്കെ ഞാൻ പറയട്ടെ, നോക്കണം. ഫസ്റ്റ് കാണിച്ച കോമ്പൗണ്ട് ആരാ? ആൽക്കെയിൻ. സെക്കൻഡ് കാണിച്ചത് ഒരു പ്രൈമറി ആൽക്കോളാണ്. ഓക്കെ, ആൽക്കോൾസ് 3 ടൈപ്പ് ഉണ്ട്: പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. OH ഉള്ള കാർബൺ, അതിലൊരു കാർബൺ ഉള്ളെങ്കിൽ അത് പ്രൈമറി എന്ന് പറയാം, അല്ലെങ്കിൽ CH2OH ഉള്ളതിന് നമ്മൾ പ്രൈമറി ആൽക്കോൾ എന്ന് പറയാം. ഇനി ഇത് ആൽഡിഹൈഡാണ്, ആൽഡിഹൈഡ് RCHO. ഇതാരാണ്? കാർബോക്സിലിക് ആസിഡാണ്. ഇതാണ് ആൽക്കെയിൻ്റെ ഓക്സിഡേഷൻ പോകുന്ന സീക്വൻസ്. നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന ആൽക്കെയിനെ എന്താക്കണം എന്ന് വിചാരിക്കും? പ്രൈമറി ആൽക്കോൾ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കോപ്പർ ഇൻ 523 Kelvin 100 ATM ട്രീറ്റ് ചെയ്യണം, അല്ലാണ്ട് നടക്കില്ല. ഓക്കെ, അപ്പോൾ ആൽക്കേനെ നിങ്ങൾ പ്രൈമറി ആൽക്കോൾ ആക്കണമെങ്കിൽ കോപ്പർ 523 100 ATM ട്രീറ്റ് ചെയ്യുക. അതേ ആൽക്കേനെ നിങ്ങൾക്ക് ആൽഡിഹൈഡിലോട്ട് എത്തിക്കണമെങ്കിൽ മോളിബിഡിനത്തിൻ്റെ ഓക്സൈഡ് ഉപയോഗിച്ചാൽ മതി, MO2O3. ഓക്കെ, അതേ ആൽക്കേനെ നിങ്ങൾക്ക് എന്താക്കണം എന്ന് വിചാരിക്കും? ആസിഡ് ആക്കണം എന്ന് വിചാരിക്കും. ആസിഡ് ആക്കണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് മാംഗനീസിൻ്റെ ആസറ്റേറ്റ് ആണ്, CH3COO twice Mn എന്ന് പറയുന്ന കോമ്പൗണ്ട്. CH3COO twice Mn. ഓക്കെ, മാംഗനീസിൻ്റെ ആസറ്റേറ്റ്. ഇതിനെ നമ്മൾ കാറ്റലിറ്റിക് ഓക്സിഡേഷൻ എന്ന് പറയാൻ പറ്റും. എന്താ പറയുക? കാറ്റലിറ്റിക് ഓക്സിഡേഷൻ. നിങ്ങൾ എടുക്കുന്ന കാറ്റലിസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് തീരുമാനിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഏത് സ്റ്റേജിൽ നിൽക്കണം? ഇതൊരു കണ്ടിന്യൂസ് സ്റ്റേജ് ആണല്ലോ. ആൽക്കെയിൻ, പ്രൈമറി ആൽക്കോൾ, ആൽഡിഹൈഡ്, ആസിഡ് ഒരു സ്റ്റേജാണ്. നിങ്ങളത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ആസിഡ് വരെ പോകും. നിങ്ങളുടെ കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ് പ്രൈമറി ആൽക്കോൾ നിർത്താൻ പറ്റുന്നത്, ആൽഡിഹൈഡ് നിർത്താൻ പറ്റുന്നത്, ആസിഡ് നിർത്താൻ പറ്റുന്നത്. സോ ദിസ് ഇസ് സിംപ്ലി കൺട്രോൾ ഓക്സിഡേഷൻ. ഓക്കെ, നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യേണ്ടത്രേ ഉള്ളൂ. ഈ റിയേജൻ്റ് ആണ് വന്നതെന്ന് വിചാരിക്കുക. ഏത്? MO2O3, Cu, കോപ്പർ ഇൻ 523, മാംഗനീസ് അസറ്റേറ്റ് ആണോ എന്ന് വിചാരിക്കുക. നിങ്ങൾ ആൽക്കെയിൻ്റെ CH3 എടുക്കണം. ആ CH3 എന്താക്കി മാറ്റണം? CH3യെ CH2OH ആക്കി മാറ്റണം. പ്രോപ്പർ റിയേജൻ്റ് ഉപയോഗിച്ച് നോക്കിയിട്ട് എന്താണോ ചെയ്യേണ്ടത് ഞാൻ ആ ചേഞ്ച് അവിടെ കാണിച്ചിട്ടുണ്ട്. CH3 may be converted to CH2OH if it is copper 523 100 ATM. CH3 may be converted to CHO if it is MO2O3. CH3 simply converted to COH if it is manganese acetate. അത് പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതിനനുസരിച്ച് ഡീൽ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കേസും കൂടെ പറയാനുണ്ട്. നിങ്ങളുടെ ആൽക്കെയിന് സപ്പോസ് എന്തുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ആൽക്കെയിന് ടെർഷറി ഹൈഡ്രജൻ ഉണ്ടെന്ന് വിചാരിക്കുക. ടെർഷറി ഹൈഡ്രജനുള്ള ഒരു ആൽക്കെയിനാണെന്ന് വിചാരിക്കുക. ദിസ് ഇസ് സിംപ്ലി കോൾഡ് ടെർഷറി ഹൈഡ്രജൻ. ഓക്കെ, ടെർഷറി ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബണിൽ ചുറ്റും 3 കാർബൺ ഉണ്ടെങ്കിൽ ആ കാർബൺ വിളിക്കുന്ന പേരാണ് ടെർഷറി കാർബൺ. ദിസ് ഈസ് എ ടെർഷറി കാർബൺ ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ 3 carbons അറൗണ്ട് ദാറ്റ്. ഓക്കെ, അതൊരു ടെർഷറി കാർബൺ ആണ്. ആ ടെർഷറി കാർബണിൽ ഇരിക്കുന്ന ഹൈഡ്രജൻ്റെ പേരാണ് ടെർഷറി ഹൈഡ്രജൻ. സോ ഒരു കാർബൺ, അതിന് ചുറ്റും 3 കാർബൺ വേണം, അതിൻ്റെ അകത്തപ്പോൾ ഒരു ഹൈഡ്രജൻ ഉണ്ടാവും. ദാറ്റ് ഹൈഡ്രജൻ ഇസ് സിംപ്ലി കോൾഡ് വാട്ട്? ടെർഷറി ഹൈഡ്രജൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ടെർഷറി ഹൈഡ്രജനുള്ള ആൾ മാത്രം, വേറെ ആരും നടക്കൂലേ? ഇതിന് ഞാൻ ഡയലൂട്ട് KMnO4മായി ട്രീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. ഡയലൂട്ട് KMnO4 ഇതാണ് എൻ്റെ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ടെർഷറി ഹൈഡ്രജനുള്ള ആൽക്കെയിനെ ഡയലൂട്ട് KMnO4മായി നിങ്ങൾ ട്രീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. യു ക്യാൻ സീ ദാറ്റ് ദ ടെർഷറി ഹൈഡ്രജൻ വിൽ ബി ഓക്സിഡൈസ് ടു ടെർഷറി ആൽക്കോൾ. ഓക്കെ, ടെർഷറി ഹൈഡ്രജൻ ടെർഷറി ആൽക്കോളായിട്ട് മാറും. ഒന്നുമില്ല, നിങ്ങൾ ചെയ്യേണ്ടത് ആ ഹൈഡ്രജൻ എടുത്ത് എന്ത് ചെയ്യണം? OH ആക്കി മാറ്റും. ഞാൻ നിങ്ങൾക്കൊരു നല്ലൊരു ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ എന്നെ ഒന്ന് സഹായിച്ചാൽ മതി. ഓക്കെ, എൻ്റെ കയ്യിൽ ഉള്ള മോളിക്യൂൾ ഇതാണെന്ന് വിചാരിക്കും.
ഇത്. ഓക്കെ, ഇതിനെ ഞാൻ ട്രീറ്റ് ചെയ്യുന്നത് കോപ്പർ 523 വിചാരിക്കും. കോപ്പർ 523 100 ATM. കോപ്പർ 523 100 ATM ട്രീറ്റ് ചെയ്യുന്നു. അതുപോലെ ഞാൻ ട്രീറ്റ് ചെയ്യുന്നത് മോളിബിഡിനം ഓക്സൈഡ് ആണെന്ന് വിചാരിക്കും, MO2O3. അതുപോലെ ഞാൻ ട്രീറ്റ് ചെയ്യുന്നത് മാംഗനീസ് അസറ്റേറ്റ് ആണെന്ന് വിചാരിക്കും, മാംഗനീസ് അസറ്റേറ്റ്. അതല്ല, ഞാൻ ട്രീറ്റ് ചെയ്യുന്നത് ഡയലൂട്ട് കെമിനോഫർ ആണെന്ന് വിചാരിക്കും. നിങ്ങളെനിക്ക് പ്രൊഡക്റ്റ് പറഞ്ഞു തരണം, കറക്റ്റായിട്ട് പറഞ്ഞു തരണം. എടാ നിങ്ങൾ പറഞ്ഞതാ, എന്ത് പറഞ്ഞാ എടാ, ഞാൻ കോപ്പർ 523 ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? CS3 CH2 ആവും അല്ലേ? അപ്പോൾ അതല്ലേ ഞാൻ പറഞ്ഞേ, CS3 എന്തായിട്ട് മാറും? CH2 ആവും. അതേസമയം നിങ്ങൾ MO2O3 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ CS3 എന്ന് പറയുന്നത് CH ആയിട്ട് മാറും. നിങ്ങൾ മാംഗനീസ് അസറ്റേറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ CS3 എന്ന് പറയുന്നത് COOH ആയിട്ട് മാറും. നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനം ഡയലൂട്ട് കെമിനോഫർ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ടെർഷറി ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും? ആൽക്കോളായിട്ട് മാറും. അതിൻ്റെ അകത്ത് ടെർഷറി ഹൈഡ്രജൻ ഉണ്ട്, ഇത് ടെർഷറിയാണ്. അപ്പോൾ ടെർഷറി ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് ആൽക്കോളായിട്ട് മാറും. അപ്പോൾ എന്താ സംഭവിക്കുക? ആ മേലുള്ള CH3 ഒന്നും ആവില്ല കേട്ടോ, ഇത് മാത്രം OH ആയി ഉണ്ടാവും. ഓക്കെ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, പ്രൊഡക്ട്സ് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ അല്ലേടാ? ഓക്കെ, ശരി. ഓക്കെ, ജസ്റ്റും കൂടെ കാണിക്കാം, നോക്കടാ. പറഞ്ഞ തിയറി ക്ലിയർ അല്ലേ? CH3 ആൽക്കൈൻ CH3 ഉണ്ടാകും. CH3 CH2OH ആക്കണം. കോപ്പർ 523 വരുമ്പോൾ CH3 CHO ആക്കണം. MO2O3 വരുമ്പോൾ CH3 COH ആക്കണം. മാംഗനീസ് അസറ്റേറ്റ് വരുമ്പോൾ. ഞാൻ ആ പരിപാടിയാണ് ഇവിടെ ചെയ്തത്, കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. എന്നാൽ അതേസമയം ടെർഷറി ഹൈഡ്രജനുള്ള ഒരു ആൽക്കൈൻ ആണെങ്കിൽ ആ H നിങ്ങൾ എന്താക്കണം? OH ആക്കണം. ആൻഡ് യു വിൽ ഗെറ്റ് എ ടെർഷറി ആൽക്കോൾ. ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു മോളിക്യൂളാണ് എനിക്ക് തന്നെ. ഓക്സിഡേഷൻ ഓഫ് ആൽക്കൈൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആൽക്കൈൻ ഒരു ചെറിയ 1-2 സ്പെഷ്യൽ റിയാക്ഷൻസ് ഉണ്ട്. ഒന്നുമില്ല, എൻ്റെ കയ്യിലൊരു ആൽക്കൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആൽക്കൈൻ നിർബന്ധമാട്ടോ മക്കളെ 6 കാർബൺ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാർബൺ വേണം. ഓക്കെ, ആൽക്കൈൻ ഹെക്സയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ആൽക്കൈൻ ഓഫ് കാർബൺ 6 or above. ഇതിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ട റിയേജൻറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് വനേഡിയം പെൻഡോക്സൈഡ് ഉപയോഗിക്കാം, V2O5. ഇനി അത് നിങ്ങളെ കയ്യിലില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ മോളിബിഡിനത്തിൻ്റെ ഓക്സൈഡ് ഉപയോഗിച്ചോ, നേരത്തെ ഉപയോഗിച്ച സാധനം ഉപയോഗിച്ചോ. ഇനി അതും നിങ്ങളെ കയ്യിലില്ല എന്ന് വിചാരിക്കുക, എന്നാൽ നിങ്ങൾ ക്രോമിയത്തിൻ്റെ ഓക്സൈഡ് ഉപയോഗിച്ചോ. ഇതിലേത് വേണേൽ ഉപയോഗിച്ചോ, ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി, എല്ലാം കൂടെ ഉപയോഗിക്കണ്ട. ഇതെല്ലാം പോസിബിൾ ആണെന്ന് ടെക്സ്റ്റിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ എഴുതി കാണിച്ചത്. ഇതിലേതെങ്കിലും ഒന്നും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പ്ലസ് ഒരു AL2O3 പ്രൊമോട്ടർ എന്ന രീതിയിൽ ടെക്സ്റ്റിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ V2O5 + AL2O3, MO2O3 + AL2O3, CR2O3 + AL2O3 ഈ രീതിയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. വി ക്യാൻ ട്രീറ്റ് ദാറ്റ് വിത്ത് 773 Kelvin, 500 ഡിഗ്രിയിൽ ചൂടാക്കണം. 10 to 20 ATM പ്രഷർ. ഓക്കെ, നിങ്ങൾ റിയാക്ഷൻ്റെ റിയേജൻറ്റ് കണ്ടിട്ട് വേറെ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട. സംഗതി റിയാക്ഷൻ വളരെ എളുപ്പമാണ്, പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. റിയാക്ഷൻ്റെ പേരാണ് അരോമാറ്റൈസേഷൻ. അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടേ അരോമാറ്റിക് ആവാൻ പോകാന്നുള്ളത്. അരോമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരോമാറ്റിക് ആയിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബൺ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ബെൻസീൻ. അപ്പോൾ ഈ ആൽക്കീൻ എന്ന് പറയുന്ന 6 അതിലധികമോ കാർബണുള്ള ആൽക്കീൻ എന്ന് പറയുന്ന ആൾ ഇനി അരോമാറ്റിക് ആകാൻ പോവാണ്. 6 കാർബൺ ആണെങ്കിൽ 6 കാർബണിൻ്റെ അരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ഉണ്ടാവും, അതിൻ്റെ പേരാണ് ബെൻസീൻ. 7 കാർബൺ ആണെങ്കിൽ 7 കാർബണുള്ള ബെൻസീൻ ഇല്ലല്ലോ, ഉണ്ടോ? ഇല്ല. അപ്പോൾ 6 കാർബണുള്ള ബെൻസീൻ ഉണ്ടാവും. 7ാമത്തെ കാർബൺ ടൊളുവിനായിട്ട് മാറും. ഞാൻ കാണിക്കാം. എടാ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ബെൻസീൻ ആൻഡ് ആൽക്കൈൽ ബെൻസീൻസ് ആയിട്ടാൻ പോകുന്നത്. എന്താ കിട്ടണേ? ബെൻസീൻ ആൻഡ് ആൽക്കൈൽ ബെൻസീൻസ്. ഓക്കെ, ഞാൻ 2 എക്സാമ്പിൾ കാണിക്കാം, നോക്കണം. അപ്പോൾ റിയേജൻറ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. 2 എക്സാമ്പിൾ കാണിക്കാം. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ നോർമൽ എക്സൈൻ ആണെന്ന് വിചാരിക്കുക. നോർമൽ എക്സൈൻ. ഓക്കെ, ഇതിപ്പോൾ എന്താടാ 6 കാർബൺ സ്ട്രേറ്റ് കൊടുത്തിട്ട് CH3 CH2 CH3 നോർമൽ എക്സൈൻ. ഓക്കെ, ഇതിന് ഞാൻ ട്രീറ്റ് ചെയ്യുന്നത് ഈ പറയപ്പെടുന്ന V2O5 + AL2O3 in 773 Kelvin. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവട്ടോ. അടുത്തതിലൊന്നും ഞാൻ എഴുതൂല, എഴുതാൻ കുറച്ച് മെനക്കെടുന്നു. ഓക്കെ, റിയേജൻ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ ആയിരിക്കും ആരോൻ്റെ മുകളിൽ ഉണ്ടാവുക, എല്ലാം കൂടെ ഉണ്ടാവില്ല. ഞാൻ കാണിച്ചത് ഹോൾ പോസിബിലിറ്റിയാണ്. ഇതിലേതെങ്കിലും ഒരു ഫോം ആയിരിക്കും. ഒന്നുകിൽ അവർ V2O5 എടുക്കും, അല്ലെങ്കിൽ MO2O3 എടുക്കും, അല്ലെങ്കിൽ CR2O3 എടുക്കും. എന്തോ ആവട്ടെ, ഇതിൻ്റെ അകത്തുള്ള കാർബൺ 6 ആണെങ്കിൽ കറസ്പോണ്ടിങ് 6 കാർബണിലുള്ള അരോമാറ്റിക് കോമ്പൗണ്ട് ഉണ്ടാവും. 6 കാർബണിലുള്ള അരോമാറ്റിക് കോമ്പൗണ്ടിൻ്റെ പേരെന്താ? ബെൻസീൻ. ഓക്കെ, സപ്പോസ് ഞാൻ എടുക്കുന്നത് ഹെപ്റ്റൈൻ ആണെന്ന് വിചാരിക്കുക. ഹെപ്റ്റൈൻ. ഓക്കെ, നോർമൽ ഹെപ്റ്റൈൻ വിച്ച് കണ്ടെയ്ൻ 7 കാർബൺ. നേരത്തെ പറഞ്ഞ റിയേജൻ്റ് ആവാം. അപ്പോൾ 7 കാർബണിലുള്ള ബെൻസീൻ എന്നുള്ളൊരു സങ്കല്പം ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് 7ാമത്തെ കാർബൺ പുറത്ത് ബ്രാഞ്ച് ആയിട്ട് നിൽക്കും. അതാണ് ഞാൻ പറഞ്ഞു, ഒന്നുകിൽ ബെൻസീൻ ഉണ്ടാവും, അല്ലെങ്കിൽ ആൽക്കൈൽ ബെൻസീൻ ഉണ്ടാവും. സോ 7 കാർബൺ ആണെങ്കിൽ ടൊളുവിൻ ഉണ്ടാവും, 8 കാർബൺ ആണെങ്കിൽ ഈഥൈൽ ബെൻസീൻ ഉണ്ടാവും. സോ ഇതാണ് ഇവിടെ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ട ലോജിക്ക്. ഞാൻ അടുത്ത റിയാക്ഷനിലേക്ക് കിടക്കുകയാണ്. അടുത്ത റിയാക്ഷൻ എന്ന് പറയുന്നത് ഐസോമറൈസേഷനാണ്. ഐസോമറൈസേഷൻ മക്കളെ ആ പേര് തന്നെ ഉണ്ടല്ലോ, ഐസോമർ ആകാൻ പോവാണ്. നമ്മൾ പഠിച്ചില്ലേ ബേസിക് ഓർഗാനിക്കിൽ ചെയിൻ ഐസോമർ, ആൽക്കൈൻ ചെയിൻ ഐസോമർസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഐസോമർ ആകാൻ പോവുകയാണേ.
ഐസോമർ ആകാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിനിമം എന്ത് വേണം, 4 കാർബൺ വേണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ എന്തുണ്ട് മക്കളെ, ഒരു ആൽക്കെയിൻ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, എന്താ ഉള്ളത്, ആൽക്കെയിൻ. ആ ആൽക്കെയിന് 3 കാർബൺ വരെയുള്ള ആൽക്കെയിൻ എന്തില്ലടാ, ഐസോമർ ഇല്ലാലോ. അതുകൊണ്ട് ആൽക്കെയിൻ്റെ കാർബൺ എന്ന് പറയുന്നത് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 4 ആയിരിക്കണം. ഇതിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ട റിയേജൻ എന്ന് പറയുന്നത് അൻഹൈഡ്രസ് AlCl3 അൻഹൈഡ്രസ് AlCl3 പ്ലസ് കോൺസെൻട്രേറ്റ് HCl എന്ന് പറയുന്നത്. അൻഹൈഡ്രസ് AlCl3 പ്ലസ് കോൺസെൻട്രേറ്റഡ് HCl. ഇതുമായി ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടൂടാ, മോർ ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഐസോമർ ആൽക്കെയിൻ കിട്ടും. മോർ ബ്രാഞ്ചഡ് ഐസോമർ ആൽക്കെയിൻ. ഓക്കെ, മോർ ബ്രാഞ്ചഡ് ഐസോമർ ആൽക്കെയിൻ. ഞാൻ 1-2 എക്സാമ്പിൾ കാണിക്കാം. ഓക്കെ, ശ്രദ്ധിക്കും. എൻ്റെ കയ്യിൽ ഇപ്പോൾ 4 കാർബണിൽ വർക്കാവും ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ കയ്യിൽ നോർമൽ ബ്യൂട്ടൈൻ ആണുള്ളത് വിചാരിക്കും, CH3 CH2 CH2 CH3. ഇതിന് ഞാൻ ഈ മേലെ കാണിച്ച റിയേജൻറ്റുമായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഐസോമറായിട്ട് മാറും. അതായത് നോർമൽ ബ്യൂട്ടൈൻ 2-methyl propane ആയിട്ട് മാറും, നോർമൽ ബ്യൂട്ടൈൻ ഐസോബ്യൂട്ടൈൻ ആയിട്ട് മാറും. ഓക്കെ, അതേസമയം എൻ്റെ കയ്യിലുള്ളത് എന്താണെന്ന് വിചാരിക്കും, നോർമൽ പെൻറ്റൈൻ ആണെന്ന് വിചാരിക്കും. ഇതിനെയാണ് ഞാൻ ഈ റിയേജൻറ്റുമായി ട്രീറ്റ് ചെയ്യണമെങ്കിൽ അതൊന്നുകൂടെ ബ്രാഞ്ചഡ് ആയിട്ടുള്ളൊരു ഐസോമറായിട്ട് മാറും. അപ്പോൾ സെയിം കാർബണുള്ള ഒരു ഐസോമർ നിങ്ങൾ സെലക്ട് ചെയ്യാം. നിങ്ങൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റനാണ് ഡീൽ ചെയ്യുന്നെങ്കിൽ ഓപ്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തന്ന ആൽക്കെയിൻ്റെ അതേ കാർബണുള്ള കുറച്ചുകൂടെ ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഒരു ആൽക്കെയിനെ എടുക്കാനായിട്ട് സെലക്ട് ചെയ്യുക. എപ്പോൾ അനൈഡ്രസ് AlCl3 പ്ലസ് കോൺസെൻട്രേറ്റ് HCl ആണ് നിങ്ങൾ റിയേജൻ്റെങ്കിൽ ദ റിയാക്ഷൻ സിംപ്ലി കോൾഡ് ഐസോമറൈസേഷൻ. ഒരു റിയാക്ഷൻ കൂടെ പറഞ്ഞാൽ ആൽക്കീൻ തീരും. ഓക്കെ, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്. റിയാക്ഷൻ്റെ പേരാണ് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, എന്താ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ? ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇതിൽ NCERT എടുത്ത് പറയുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഹാലോജിനേഷനാണ്. ഏതാ മക്കളെ, ഹാലോജിനേഷൻ. ഹാലോജിനേഷൻ എടാ, എങ്ങനെ നമുക്ക് ഹാലോജിനേഷനാണ് അവർ പറയണത് എന്ന് മനസ്സിലാവുക എന്ന് ചോദിച്ചാൽ കാണിക്കാം. ഈ ഹാലോജിനേഷനിൽ ഏറ്റവും റിയാക്ടിവിറ്റി ടെക്സ്റ്റ് പറയുന്നത് ഫ്ലൂറിനാണ്. ഫ്ലൂറിൻ ഡാർക്കിൽ വരെ റിയാക്ട് ചെയ്യുന്ന പറയുന്നത്. ഡാർക്കിൽ ഹൈലി എക്സോതെർമിക് ആയിട്ടുള്ള വിഗ്രസ് റിയാക്ഷൻ നടക്കണോണ്ട് തന്നെ നമ്മൾ സാധാരണ ഹാലജിനേഷന് വേണ്ടിയിട്ട് ഫ്ലൂറിനേഷൻ പ്രിഫർ ചെയ്യാറില്ല. കാരണം ഭയങ്കര എക്സോതെർമിക് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും. നമ്മൾ അടിപൊളിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു റിയേജൻ്റാണ് ക്ലോറിൻ. ക്ലോറിനേഷൻ പെർഫെക്റ്റ് ആണ്. ബ്രോമിനും ഓക്കെടാ, സെറ്റാണ്. ഓക്കെ, അയഡിനേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയഡിനേഷൻ വളരെ സ്പീഡ് കുറവാണ്. അപ്പോൾ വളരെ സ്പീഡ് കൂടിയോണ്ട് നമ്മൾ സാധാരണ പ്രിഫർ ചെയ്യാത്ത ഒരാളാണ് ഏത്, ഫ്ലൂറിനേഷൻ. വളരെ സ്ലോ ആയതുകൊണ്ട് കാറ്റലിസ്റ്റിൻ്റെ സാന്നിധ്യത്തിൽ മാത്രം ഓക്സിഡൈസിങ് ഏജൻറ്റുകളായിട്ടുള്ള HNO3 HIO3 പോലെയുള്ള കാറ്റലിസ്റ്റിൻ്റെ സാന്നിധ്യത്തിൽ മാത്രം റിയാക്ഷൻ നടക്കാവുന്ന ഒരാളാണ് ആര്, അയഡിനേഷൻ. വളരെ സുലഭമായിട്ട് ഹാലജിനേഷൻ നമ്മൾ കാണുന്നത് ക്ലോറിനേഷനും ബ്രോമിനേഷനും ആയിരിക്കും. ക്ലോറിനേഷനും ബ്രോമിനേഷനും എങ്ങനെ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറിൻ പ്ലസ് UV എന്നോ ക്ലോറിൻ പ്ലസ് 500 കെൽവിനോ അല്ലെങ്കിൽ ബ്രോമിൻ പ്ലസ് UV എന്നോ ബ്രോമിൻ പ്ലസ് 500 കെൽവിനോ അല്ലെങ്കിൽ 500 കെൽവിന് പകരം ഹീറ്റിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സൺലൈറ്റിനോ HNO അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഹീറ്റോ ലൈറ്റോ ക്ലോറിൻ്റെയോ ബ്രോമിൻ്റെയോ പ്രസൻസിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് ഹാലജിനേഷൻ എന്ന് മനസ്സിലാക്കണം. ഹാലജിനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര ചെയ്യേണ്ടുള്ളൂ, റീപ്ലേസ് one hydrogen by ഹാലജൻ. ഒരു ഹൈഡ്രജൻ നിങ്ങൾ ഹാലജനായിട്ട് എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യാം. നിങ്ങളോട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഏത് ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്യാൻ നോക്കുക, അല്ലൈലിക് അടിപൊളിയായിട്ട് റീപ്ലേസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഏത് റീപ്ലേസ് ചെയ്തോ, അല്ലൈലിക് ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തോ. എന്ത് ഹൈഡ്രജനാണ് പറഞ്ഞത്, അല്ലൈലിക് ഹൈഡ്രജൻ. എടാ അല്ലൈലിക് ഹൈഡ്രജൻ എന്ന് പറഞ്ഞല്ല, ഡബിൾ ബോണ്ട് തൊട്ടടുത്തുള്ള ഹൈഡ്രജൻ പറയുന്ന പേരാണെന്ത്, അല്ലൈലിക് ഹൈഡ്രജൻ. ഡബിൾ ബോണ്ടിലുള്ള ഹൈഡ്രജൻ നമ്മൾ പറയുന്ന പേര് വിനൈലിക് ഹൈഡ്രജൻ എന്നാ പറയുക. ഡബിൾ ബോണ്ടിന് തൊട്ടടുത്തുള്ള സിംഗിൾ ബോണ്ടില്ലേ, അത് അടിപൊളി റിയാക്റ്റീവാണ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് അല്ലൈലിക് ഹൈഡ്രജൻ. അതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം റീപ്ലേസ് ചെയ്യേണ്ടത് ഓപ്ഷൻ ഉണ്ടെങ്കിൽ. ഇനി അത് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കും, അപ്പോൾ നിങ്ങൾ സെക്കൻഡറി ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്താൽ മതി. അതും കിട്ടില്ല എന്ന് വിചാരിക്കും, അപ്പോൾ നിങ്ങൾ ടെർഷ്യറി ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്താൽ മതി. അതും നിങ്ങൾക്ക് കിട്ടില്ല എന്ന് വിചാരിക്കും, നിങ്ങൾ സെക്കൻഡറി ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്താൽ മതി. അതും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് റീപ്ലേസ് ചെയ്തോ, പ്രൈമറി ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തോ. ഇതിൻ്റെ റിയാക്ടിവിറ്റിയുടെ ഓർഡർ ഒക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. ഞാൻ ക്വസ്റ്റ്യൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം റിയേജൻറ്റ് കണ്ടാൽ മനസ്സിലാവണം മക്കളെ. ഇതിൽ ഫ്ലൂറിനേഷനും അയഡിനേഷനും അങ്ങനെ വരാറില്ല എന്ന് ഞാൻ പറഞ്ഞു. ഫ്ലൂറിനേഷൻ്റെ പ്രോബ്ലം ഞാൻ പറഞ്ഞു, അയഡിനേഷൻ്റെ പ്രോബ്ലം പറഞ്ഞു. ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കാണുന്നത് ക്ലോറിനേഷനും ബ്രോമിനേഷനാണ്. അത് കാണുന്നത് ലൈറ്റിലോ ഹീറ്റിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഹൈഡ്രജൻ എടുത്തിട്ട് അവിടെ ഒരു ഹാലജൻ വെക്കുക. അപ്പോൾ ക്ലോറിൻ പ്ലസ് UV ആണ് കാണിച്ചെങ്കിൽ ഒരു ഹൈഡ്രജൻ എടുത്തിട്ട് അവിടെ ഒരു ക്ലോറിൻ വെക്കുക. ബ്രോമിൻ പ്ലസ് UV ആണെങ്കിൽ ഒരു ഹൈഡ്രജൻ എടുത്തിട്ട് അവിടെ ബ്രോമിൻ വെക്കുക. മനസ്സിലായി?
അപ്പോൾ അത് ഏതാണ് പെട്ടെന്ന് എടുക്കാൻ പറ്റുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അല്ലൈലിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും, പിന്നെ ടെർഷറി എടുക്കാൻ പറ്റും, സെക്കൻഡ് എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ മതി. അല്ലൈലിക്ക് മീൻസ് ഡബിൾ ബോണ്ട് തൊട്ടടുത്തുള്ളത്. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് റെഡി ആവണം. നോക്ക്, ഇപ്പോൾ എൻ്റെ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് ഏത് ഹൈഡ്രജനാണ് പെട്ടെന്ന് എടുക്കാൻ പറ്റുക, ഏത് ഹൈഡ്രജനാണ് ഈസിലി ഹാലജൻ റിമൂവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് പറയാം? ഏത് ഹൈഡ്രജനാണോ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്, ദാറ്റ് വിൽ ഗിവ് യു ദ മേജർ പ്രൊഡക്റ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ വിവരം വെച്ചിട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ, നോക്കടാ പറ. അതിന് ആദ്യം കണ്ടാൽ മനസ്സിലാവണം എന്ത്, ഇതൊരു ഒറ്റക്ക് നിൽക്കുന്ന കാർബണല്ലേ, അഥവാ 3 ഹൈഡ്രജനുള്ള കാർബണല്ലേ, അതിനെ പറയുന്ന പേരാണ് പ്രൈമറി കാർബൺ. എന്നാൽ ഈ കാർബൺ നോക്കിയടാ 3 ഭാഗത്തോട്ട് സറൗണ്ട് ചെയ്ത കാർബണാണ്, അതിന് നമ്മൾ പറയുന്ന പേര് ടെർഷറി കാർബൺ. ഈ കാർബൺ നോക്കിയാൽ 2 ഭാഗത്തോട്ടേ പോയിട്ടുള്ളൂ, അതിനെ പറയുന്ന പേര് സെക്കൻഡറി കാർബൺ. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞേ, ഏത് ഹൈഡ്രജൻ ആയിരിക്കും ക്ലോറിൻ ഏറ്റവും ആദ്യം എടുക്കുന്നുണ്ടാവുക? ടെർഷറി. അപ്പോൾ ഇതിലെ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ മേജർ പ്രൊഡക്റ്റ് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഹൈഡ്രജൻ റീപ്ലേസ് ബൈ ഹാലജൻ. അത് ഏതാണ് റീപ്ലേസ് ചെയ്യാന്ന് അങ്ങനെ കോമ്പറ്റീവ് പാത്തിലെങ്ങാനും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയപ്പെടുന്ന ഓർഡർ എടുത്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കടാ, CH3 ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടി ചെയ്യാൻ പോവാണ്. ഹൈഡ്രജൻ ഈസ് റീപ്ലേസ്ഡ് ബൈ ക്ലോറിൻ. ഓക്കെ, ഇപ്പുറത്തോ CH2 CH3. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മേജർ പ്രൊഡക്റ്റ് ഇതായിരിക്കും, വേറെ ടെർഷറി ഹൈഡ്രജൻ സിംപ്ലി റീപ്ലേസ്. അത് അതിൻ്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി അങ്ങനെ ആയതുകൊണ്ട്, മെക്കാനിക്സ് അങ്ങനെ ആയതുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ എടാ പ്രൊപ്പീനാണ് ഞാൻ കാണിച്ചുള്ളത്. പ്രൊപ്പീൻ നമ്മൾ ക്ലോറിൻ വേണ്ട, ക്ലോറിനല്ലേ നേരത്തെ കാണിച്ചേ, ബ്രോമിൻ ഹീറ്റാന്ന് വിചാരിക്കും. ഞാൻ പറഞ്ഞു ഹീറ്റോ ലൈറ്റോ ഓക്കെയാണ് ഇവിടെ, ബ്രോമിൻ ഹീറ്റാന്ന് വിചാരിക്കുക. അപ്പോൾ ഇതൊരു ആൽക്കീനല്ലേ, ഈ റാഡിക്കൽ റിയാക്ഷൻ നടക്കൂലല്ലോ, ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും. ഇതിപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് ആൽക്കീൻ അല്ലേ പഠിക്കണം, പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ എന്തിനാ ഒരു ആൽക്കീനെ ഉൾപ്പെടുത്തിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തോന്നരുത്. ആൽക്കീൻ ഡബിൾ ബോണ്ടിലേക്ക് മാത്രമല്ല റിയാക്ഷൻ കാണിക്കുക, ആൽക്കീൻ ഡബിൾ ബോണ്ടിലേക്ക് റിയാക്ഷൻ കാണിക്കുക ഞാൻ കാണിച്ചു തരാം. എൻ്റെ അടുത്ത കോമ്പൗണ്ട് ആൽക്കീനാണ്. ആൽക്കീൻ ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ നടക്കുന്നത് ഏറ്റവും നന്നായിട്ട് നടക്കുന്നത് അലൈലിക്കിലാണെന്ന് ഞാൻ പറഞ്ഞു. അലൈലിക് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് തൊട്ടടുത്ത്. സോ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് റീപ്ലേസ് ചെയ്യേണ്ടത് ഏതാണെന്നറിയോ? ഡബിൾ ബോണ്ട് തൊട്ടടുത്തുള്ള സിംഗിൾ ബോണ്ടിൽ ഹൈഡ്രജൻ. ഡബിൾ ബോണ്ടിലല്ല, ഡബിൾ ബോണ്ട് തൊട്ടടുത്തുള്ള സിംഗിൾ ബോണ്ടിൽ ഹൈഡ്രജൻ. അപ്പോൾ ഞാനതൊന്ന് റീപ്ലേസ് ചെയ്യാൻ പോകടാ. നോക്ക്, അത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ സീ സംതിങ് ലൈക്ക് ദിസ്, റൈറ്റ്? ആണോ? അപ്പോൾ ഒരു ആൽക്കീനും ആൽക്കീൻ്റെ കേസിൽ ഈ റിയാക്ഷൻ വരില്ല എന്ന് വിചാരിക്കരുത്. ഇത് ഒരു സിംഗിൾ ബോണ്ടർ കാർബൺ റിയാക്ഷനാണ്. സിംഗിൾ ബോണ്ടർ കാർബൺ ഡബിൾ ബോണ്ട് തൊട്ടടുത്താണെങ്കിൽ അതാണ് ഏറ്റവും റിയാക്റ്റീവ്. ഓക്കെ, ഡബിൾ ബോണ്ടിലേക്കല്ല ഇവിടെ റിയാക്ഷൻ നടന്നിട്ടുള്ളത്. കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ എക്സാമ്പിൾ ഒന്നുകൂടെ കാണിക്കും. ആൽക്കീൻ്റെ ബ്രോമിനേഷൻ വേറെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും ഞാൻ പറഞ്ഞ സാധനമാണ് എന്തെന്ന് പറയണത്, നമ്മുടെ ആൽക്കേൻ എന്ന് പറയുന്ന സാധനം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാം, ചെയ്ത് നോക്കാം. ആൽക്കേൻ തീർന്നല്ലോ, നമുക്ക് ഓരോരോ കോമ്പൗണ്ട് ഇങ്ങനെ തീരുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെയ്തു പോവാം. അതായിരിക്കും നമുക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പം. എനിക്ക് പ്രസൻറ്റ് ചെയ്യാനും നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാനും എളുപ്പമായിരിക്കും. നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് വിൽ റിയാക്ട് വിത്ത് സോഡിയം ടു ഫോം 4,5 ഡൈഇഥൈലൊക്ടേൻ? സോഡിയം എന്നേ പറയണുള്ളൂ, കുറച്ചുകൂടെ ക്ലാരിറ്റി വേണ്ടതാണ്. സോഡിയം ട്രൈതർ എന്ന് പറയണമെന്നാണ്. അപ്പോൾ ഈ സോഡിയം എന്ന് പറയുന്നത് വേറെ റിയാക്ഷൻ നമുക്ക് ഇല്ലാത്തതുകൊണ്ട്, പിന്നെ സോഡ ലൈമൊക്കെ അല്ലേ, അതുകൊണ്ട് മാറിപ്പോകാനില്ല. പിന്നെ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആൽക്കൈൽ ആലൈറ്റുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഉറപ്പിച്ചത് വുഡ്സ് റിയാക്ഷനാണ്. വുഡ്സ് റിയാക്ഷനിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു തന്നത് ആൽക്കൈൽ ആലൈഡിന് ആൽക്കൈൽ ഗ്രൂപ്പും അതിൻ്റെ മിറർ ഇമേജും നമ്മൾ കണക്ട് ചെയ്യാന്നുള്ളതാണ് അല്ലേ. റിവേഴ്സ് ക്വസ്റ്റ്യൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റിവേഴ്സ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇതിൽ എന്താ ഉണ്ടാവേണ്ടത്? നിങ്ങളെ കയ്യിലുള്ള ഈ പറയപ്പെടുന്ന ആൽക്കൈൽ ആലൈഡിനെ വുഡ്സ് റിയാക്ഷൻ സോഡിയമായിട്ട് അല്ലെങ്കിൽ സോഡിയം ട്രൈതറുമായി ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ കോമ്പൗണ്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. റിവേഴ്സ് ക്വസ്റ്റ്യനാണ്. കിട്ടിയ കോമ്പൗണ്ട് അത് നോക്കിയിട്ടാ 4,5 ഡൈഇഥൈലൊക്ടേൻ ആണ്. അപ്പോൾ ഞാനൊന്ന് കാണിക്കാം. നോക്ക്, CH3 CH2 4th വണ്ണിൽ ഒരു മീഥൈലുണ്ട് കേട്ടോ. 4th മാത്രമല്ലടാ, എവിടെയുണ്ട്? 5th ഉണ്ട്. ഇപ്പം 5 ആയില്ലേ? 5 ആയി. 6 7 8. ഓക്കെ, ഇതിൻ്റെ അകത്ത് റിവേഴ്സ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ലോജിക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ സിമെട്രിക് പോയിന്റിനെ കട്ട് ചെയ്യുക, 2 ഭാഗത്തും ഹാലജൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അവർ ബ്രോമൈഡ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ 2 ഭാഗത്തും ബ്രോമൈഡ് കൊടുത്തു. ഇത് ആയിരിക്കും നിങ്ങളുടെ റിയാക്റ്റൻ്റ്, അതായിരിക്കും നമ്മൾ ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻ നോക്കടാ. ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഏതെടുക്കാം? C ഓപ്ഷൻ എടുക്കാം. ഓക്കെ, കറക്റ്റ് അല്ലടാ? ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഓക്കെയാണ്. നമ്മൾ പറഞ്ഞ തിയറി വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ കൂടുതൽ എക്സാമ്പിൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ്. ബാക്കിയുള്ളതിൻ്റെ ജനറൽ ഐഡിയാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൊഡക്റ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ളത് ഏത് രീതിയിലാണോ അതിനെ കൺവിൻസ് ചെയ്തിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങൾ അതിനെന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ നോക്കടാ. ഇത് മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണല്ലേ. ഓക്കെ, ഒന്ന് ഹെൽപ്പ് ചെയ്യും. എൻ ബ്യൂട്ടൈൻ 2-മീഥൈൽ പ്രൊപ്പൈൻ ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയടാ. എൻ ബ്യൂട്ടൈൻ എന്ന് പറയുന്ന ആൽക്കേനാണ്, 2-മീഥൈൽ പ്രൊപ്പൈൻ എന്ന് പറഞ്ഞ ആൽക്കേനാണ്. 2 4 കാർബണുള്ളത്. എന്ത് മാറ്റമുള്ളത്? എൻ ബ്യൂട്ടൈൻ സ്ട്രേറ്റാ, 2-മീഥൈൽ പ്രൊപ്പൈനോ ബ്രാഞ്ചഡാ. ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല, അതേ കാർബണിലുള്ള ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഒരാളെ കിട്ടുന്ന റിയാക്ഷൻ്റെ പേരിൽ ഐസോമറൈസേഷൻ ആണ്. സോ വിൽ കണക്ട് ദിസ് വിത്ത് ഐസോമറൈസേഷൻ. അടുത്ത റിയാക്ഷൻ നോക്കടാ. ക്ലോറിൻ സൺലൈറ്റ് പറഞ്ഞു, ക്ലോറിനേഷൻ. ക്ലോറിൻ സൺലൈറ്റോ ബ്രോമിൻ സൺലൈറ്റോ വന്നു കഴിഞ്ഞാൽ ഫ്രീ റാഡിക്കൽ ക്ലോറിനേഷൻ ആണ്. ക്ലോറിനേഷൻ, ബ്രോമിനേഷൻ, ദാറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഏത് ഓപ്ഷൻ വരാം? ഇതാ വരാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഡീകാർബോക്സിലേഷൻ 2 രീതിയിലുണ്ടെന്ന് പറഞ്ഞു. സോഡാലൈം ഡീകാർബോക്സിലേഷൻ ഉണ്ട്, കാൾസ് ഇലക്ട്രോളിസിസ് ഉണ്ട്. സോഡാലൈം ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ സാധനം മാറ്റിയിട്ട് അവിടെ നിങ്ങൾ ഹൈഡ്രജൻ വെക്കാം. ഓക്കെ, പ്രൊഡക്റ്റ് എല്ലാവരും ചോദിച്ച് റിയാക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഡീകാർബോക്സിലേഷൻ എന്ന് പറയും. RXും സോഡിയം ഇതും കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും എന്ത് വുഡ്സ് റിയാക്ഷൻ എന്നുള്ളത്. ഈ എച്ചിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല, RR. ഓക്കെ, വുഡ്സ് റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇത് മാച്ച് ചെയ്ത് നോക്കിയാൽ A എന്ന് പറയുന്നത് 4 ആവണം. അതിൽ തന്നെ നമുക്ക് ഓപ്ഷൻ കിട്ടാനുണ്ട്. A 4 ആണ് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ബബിൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഓപ്ഷൻ D എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഫൈൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇത് ഫിസിക്കൽ പ്രോപ്പർട്ടി എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഞാൻ അങ്ങോട്ട് പറഞ്ഞു ആൽക്കേന് നോൺ പോളറാണ്, ലണ്ടൻ ഫോഴ്സ് ആണ്. ലണ്ടൻ ഫോഴ്സ് പ്രൊപ്പോർഷണൽ സർഫസ് ഏരിയ ആണ്. സർഫസ് ഏരിയ പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് കാർബൺ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബ്രാഞ്ചിങ് ആണ്. ആൻഡ് ദിസ് ഇസ് സിംപ്ലി പ്രൊപ്പോർഷണൽ ടു ബോയിലിംഗ് പോയിന്റ് ആണ്. ബോയിലിംഗ് പോയിന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ കൂടുതലുള്ള, ബ്രാഞ്ചിങ് കുറവുള്ള ആൾക്കായിരിക്കും ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. കാർബൺ കൂടുതലുള്ള. അപ്പോൾ ആദ്യം ഞാൻ കാർബൺ നോക്കി നോക്കടാ. എത്ര നോക്ക്? 5 കാർബൺ. ഇതിൽ നോക്കടാ. 2-മീഥൈൽ ബ്യൂട്ടൈൻ. ബ്യൂട്ടൈനിൽ 4, മീഥൈൽ 1, 5. 2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ. പ്രൊപ്പൈനിൽ 3, ഡൈമീഥൈലിൽ 2, അപ്പോൾ 5. 2-മീഥൈൽ പ്രൊപ്പൈൻ. അപ്പോൾ 3 + 1 4. പെൻറ്റൈൻ 5. അപ്പോൾ ചോദിച്ചത് ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റ് അല്ലടാ, ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കാർബൺ കൂടുതലുള്ള, ബ്രാഞ്ചിങ് കുറവുള്ള ആൾ. അപ്പോൾ ലോവസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ കുറവുള്ള, ബ്രാഞ്ചിങ് കൂടുതലുള്ള ആൾ. കാർബൺ കുറവുള്ള ആൾ നമുക്ക് എടുക്കാം. നമുക്ക് B ഓപ്ഷൻ എടുക്കാം. ഓക്കെ, B എന്ന് അതിൽ കാണിച്ചിട്ടുള്ള 3rd ഓപ്ഷൻ. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. നല്ല അടിപൊളി ക്വസ്റ്റ്യനാ, സീക്വൻസ് ക്വസ്റ്റ്യനാ. ഒന്ന് നടത്തി നോക്കാം. നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക, കറക്റ്റായിട്ട് നോക്കടാ. CH3Br സോഡിയം ഇതറും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു റിയാക്ഷൻ വുഡ്സ് റിയാക്ഷൻ ആണ്. വുഡ്സ് റിയാക്ഷൻ എങ്ങനെ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. എന്താ ചെയ്യേണ്ടത് പറ? ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. RR തിരിച്ചും മറിച്ചും കണക്ട് ചെയ്തു. ബ്രോമിൻ സൺലൈറ്റ് വീണ്ടും മനസ്സിലായി. ബ്രോമിൻ ഹീറ്റ്, ബ്രോമിൻ സൺലൈറ്റ് റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നിങ്ങളൊരു ഹൈഡ്രജനെ ഹാലജനായിട്ട് മാറ്റണം എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. മാറ്റിക്കോ. CH3 CH2Br എഗെയിൻ സോഡിയം ഇതർ. അപ്പോൾ നിർത്താനുള്ള പരിപാടിയില്ല, വീണ്ടും വുഡ്സ് റിയാക്ഷൻ ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? RR വെക്കണം. RRലേക്ക് വാ. 6 എന്ന് പറയുന്നത് ഇതയിലാണ്. അതിലേക്ക് ഞാനൊരു 6 കൂടെ കൊടുത്താൽ മിറർ ഇമേജും കൂടെ കണക്ട് ചെയ്താൽ ഇങ്ങനെ മാറും. ഓക്കെ, അത് ഞാൻ ഇസഡിലേക്ക് എത്തിച്ചു അല്ലേ. 1ൻ്റെ X Y Z ആണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞത്. X Y Z. 1ൻ്റെ Xഉം Yയും ഇസഡും ഏതാണ് ഓപ്ഷൻ വരുന്നത് നോക്കിയേ. D ആയിരിക്കും ഓപ്ഷൻ വരുന്നത് അല്ലേ. D അല്ലടാ മാച്ചിങ് ആവുന്നത്. ആണ്. D ഈസ് പെർഫെക്റ്റ്ലി മാച്ചിങ് റൈറ്റ്. യെസ്, ബിക്കോസ് CH3 CH3 ആവണം, CH3 CH2Br ആവണം, CH3 CH കറക്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ 2 കൂടെ ഒന്ന് കൺഫേം ചെയ്ത് നോക്കാം. എടാ ഇത് NaOH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡിലേക്ക് NaOH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയും പേരിൽ തന്നെ അല്ലേ ആസിഡ് അല്ലേ. NaOH ആരാ? ബേസാ. ആസിഡും ബേസും എന്താ സംഭവിക്കുക എന്നുള്ളത് വളരെ ലോവർ ക്ലാസ് മുതലേ കേൾക്കണമല്ലേ. അത് സാൾട്ടായി മാറും. സോഡിയം സാൾട്ടായി മാറും. ഇതേതാ സാധനം? സോഡാലൈം. സോഡാലൈം വന്ന് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞ് CON എടുത്തിട്ട് അവിടെ ഹൈഡ്രജൻ വെക്കണം. അപ്പോൾ അത് എടുത്തിട്ട് വെച്ചോ. CON എടുത്തിട്ട് ഹൈഡ്രജൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് CH4 ആയി മാറും. എഗെയിൻ ബ്രോമിൻ സൺലൈറ്റ്. ഒരു ഹൈഡ്രജൻ എടുത്തിട്ട് ബ്രോമിൻ വെക്കണം. ഒരു ഹൈഡ്രജൻ എടുത്ത് ബ്രോമിൻ വെച്ചാൽ അത് CH3Br ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് CH3 CON CH4 CH3Br. ഒരു സംശയം വേണ്ട, ഓപ്ഷൻ D ആണ്. ഓക്കെ, പെർഫെക്റ്റ്, ഫൈൻ.